നമസ്കാരം. എറണാകുളം ജില്ലാ കമ്മിറ്റി എല്ലാ മാസവും നടത്തുന്ന അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് നോർമൽ ലൈഫ് പോസിറ്റീവ് ട്രാൻസ്പ്ലാന്റ് റീഹാബിലിറ്റേഷൻ കൺസേൺസ് എന്ന വിഷയമാണ്. ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റുകളായ ഗിരീഷ് കുമാർ ബാലകൃഷ്ണനും ഹരീഷ് കുളത്തൂരും ആണ്. രണ്ടുപേരും ഈ രംഗത്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ സർജറി കഴിഞ്ഞ അവർക്കറിയാം അവരുടെ റോള് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നുള്ളത്. രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും ഈ ക്ലാസ് നടത്തുന്നത്. ആദ്യം അവരൊരു പ്രസന്റേഷനോട് കൂടി നമുക്ക് പൊതുവായി അറിയേണ്ട കുറെ കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. ഇങ്ങനെ രണ്ട് സെഷനായിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ്സുകൾ നടക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Good evening all. Myself Girish and this is Harish. We both are physical therapists working in physical medicine and rehabilitation department in Aster Medicity, Cochin. So നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെബിനാർ ഓൺ റീഹാബിലിറ്റേഷൻ കൺസേൺ ഓൺ പോസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്. ഈ ഒരു ടോക്ക് അറേഞ്ച് ചെയ്യുന്ന ലിവർ ഫൗണ്ടേഷൻ കേരള, LIFOKയ്ക്കും അതിൻ്റെ കൂടെ പ്രവർത്തിച്ച ശ്രീ ബേബി സാറിനോടും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. സോ once again we welcome all to this webinar on rehabilitation aspects on post liver transplant patients. So rehabilitation എന്ന് പറഞ്ഞാൽ rehabilitation is the process by which we are bringing back to a patient to his normal life, or we are bringing back to a patient to a life what he was leading before his disease. അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിയുടെ രോഗാവസ്ഥയ്ക്ക് മുമ്പ്, അത് ഏത് തരത്തിലുള്ള രോഗമായാലും ആ അവസ്ഥയ്ക്ക് മുമ്പ് ഏതൊരു തരത്തിലുള്ള ജീവിതശൈലിയാണോ അദ്ദേഹം നടത്തിക്കൊണ്ടുവന്നിരുന്നത്, ആ ഒരു ഇതിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ആസ്പെക്റ്റ് ആണ് റീഹാബിലിറ്റേഷൻ എന്ന ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഹാബിലിറ്റേഷൻ ഈസ് എ മൾട്ടി ടീം അപ്രോച്ച് where doctors are there, physical therapists are there, occupational therapists, speech therapists, vocabulary psychologists, sociologists, medical social worker, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. So these people together they will plan aims and they will do it for a patient and we will bring back to that patient to his normal life what he was leading before. So അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റിന്റെ റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റിനെ പറ്റിയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് ലിവർ ഡേ. ഇറ്റ് ഈസ് ഓൺ April 19th. നമുക്കറിയാം നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു പോപ്പുലേഷൻ ചോദിക്കുകയാണെങ്കിൽ ഒരു 4.5 to 9% ഓഫ് പീപ്പിൾ ആർ അഫക്റ്റഡ് ബൈ വേരിയസ് കൈൻഡ്സ് ഓഫ് ലിവർ ഡിസീസ്. അതിന്റെ സിവിയറിറ്റി ഫ്രം മൈൽഡ് ടു മോഡറേറ്റ് ടു സിവിയർ ആയിരിക്കാം. എങ്കിൽ ഒരു 9% ഓഫ് പോപ്പുലേഷൻസ് ആർ അഫക്റ്റഡ്. സോ ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ടെൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലിവർ ഡേ. ഈ ലിവർ ഡേ ആചരിക്കുന്നത് കൊണ്ട് നമുക്ക് ജനങ്ങളെ ഈ ഒരു ആസ്പെക്റ്റിൽ ബോധവാന്മാരാക്കുന്നതിനും അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്നതിനും അസുഖം വന്നുപോയവർക്ക് മുന്നോട്ട് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രസന്റേഷനിൽ ഞാനും എൻ്റെ കോളീഗ് ഹരീഷും കൂടി പറയാൻ ശ്രമിക്കുന്നത് പോസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ്, റീഹാബിലിറ്റേഷൻ ഓഫ് പോസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ്. ശ്രീ മത്തായി സാർ ആദ്യം പറഞ്ഞതുപോലെ ട്രാൻസ്പ്ലാന്റിന് മുൻപ് ഏതൊരു തരത്തിലുള്ള ഏതൊരു ആരോഗ്യപരമായ ജീവിതമായിരുന്നു ഒരു വ്യക്തി നയിച്ചിരുന്നത്, ആ ഒരു ജീവിതചര്യയിലേക്ക് അല്ലെങ്കിൽ നോർമൽ ഓർ നിയർ നോർമൽ അതിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഇതിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വേൾഡ് ലിവർ ഡേ ആർക്കെങ്കിലും ഒന്ന് കോട്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ് വേൾഡ് ലിവർ ഡേ എന്ന്? കേൾക്കുന്നുണ്ടോ? ബാബു സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, അറിയില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഏപ്രിൽ 19th ആണ് നമ്മൾ ലിവർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ലിവർ ഡേ ആയി നമ്മൾ ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വേൾഡ് പോപ്പുലേഷന്റെ 4.5 to 9% ഓഫ് പോപ്പുലേഷൻ
വേൾഡ് പോപ്പുലേഷന്റെ ഏകദേശം 4.5 മുതൽ 9% ഓഫ് പോപ്പുലേഷൻസ് ആർ അഫക്റ്റഡ് ബൈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈനർ ടു മോഡറേറ്റ് ടു വേഴ്സ്റ്റ് ലിവർ ഡിസീസിന് അഫക്റ്റഡ് ആണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതചര്യകൾ കൊണ്ടായിരിക്കാം, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടും ഇത്രയും ഒരു ഹ്യൂജ് പോപ്പുലേഷൻ ലിവർ ഡിസീസിന് അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ലിവർ ഡിസീസ് കൊണ്ട് അഫക്റ്റഡ് ആണ്. അപ്പൊ ലിവറിന്റെ ആ ഒരു അവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനും ലിവറിന്റെ ആരോഗ്യപരമായ ഒരു ലിവറിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ ദിവസം നമ്മൾ വേൾഡ് ലിവർ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. സോ ലിവർ എന്ന് പറയുകയാണെങ്കിൽ ലാർജസ്റ്റ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡുലാർ ഓർഗൻ ആണ് ലിവർ. ഗ്ലാൻഡുലാർ ഓർഗൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഗ്ലാൻഡ് ആണ്, അതിനൊരു സെക്രട്ടറി ഫങ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഹോർമോൺസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടോക്സിക് സബ്സ്റ്റൻസിനെ അത് നീക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ലിവർ. ഇനി നമുക്ക് സ്റ്റേജസ് ഓഫ് ഫിസിക്കൽ തെറാപ്പി മാനേജ്മെന്റ്. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാരും കടന്നുപോയിട്ടുള്ള ഘട്ടങ്ങളാണ്. റീഹാബിലിറ്റേറ്റീവ് ഫേസിൽ 4 ഫേസ് ആണ് ഫിസിക്കൽ തെറാപ്പി മാനേജ്മെന്റിനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പ്രീ ഓപ്പറേറ്റീവ് ഫേസ്, അതായത് നമ്മൾ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പുള്ള ഫേസ് ആണ്. സെക്കൻഡ് വൺ എയർലി പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, അതായത് നമ്മുടെ സർജറിക്ക് ശേഷം വളരെ അടുത്തു വരുന്ന ഒരു ഫേസ് ആണ്. അതിനുശേഷം വരുന്ന ലേറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, ദെൻ ലോങ് ടൈം മെയിൻ്റെനൻസ് ആൻഡ് റീഹാബ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പ്രീ ഓപ്പറേറ്റീവ് ഫേസ്, നിങ്ങൾ സർജറിക്ക് മുമ്പ് ഡോക്ടറെ കാണുന്നു, മെഡിക്കൽ മാനേജ്മെന്റും കാര്യങ്ങളുടെ ഭാഗത്തിന് ശേഷം അദ്ദേഹം ഫിസിക്കൽ തെറാപ്പിയിലേക്ക് വിടുന്നു. ആ ഒരു ഫേസ് ആണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്ന സർജറിക്ക് ശേഷമുള്ള എയർലി പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, അത് നിങ്ങൾ ICUവിലായിരിക്കും. ദെൻ ICUവിൽ നിന്ന് നിങ്ങൾ വാർഡിലേക്ക് മാറിയതിനു ശേഷമുള്ള ലേറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, അതിനുശേഷം നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നിങ്ങൾ OPDയിൽ വരികയും പിന്നെ ഹോം ഇൻസ്ട്രക്ഷൻസുമായി എടുത്തു പോകുന്ന ലോങ് ടൈം മെയിൻ്റെനൻസ് റീഹാബിലിറ്റേഷൻ എന്ന ഫേസ്. ഈ ഒരു 4 ഫേസുകളാണ് ഫിസിക്കൽ തെറാപ്പി മാനേജ്മെന്റിൽ നിങ്ങൾ മെയിൻ ആയിട്ട് കടന്നു പോകുന്നത്. ഏത് ഫേസിലായാലും എയിംസ് ഓഫ് ഫിസിയോതെറാപ്പി ഇൻ ലിവർ ട്രാൻസ്പ്ലാന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ ഓപ്പറേറ്റീവ് ഫേസ്, എയർലി പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, ദെൻ ഫിസിക്കൽ തെറാപ്പി ഇൻ വാർഡ്, ദെൻ ഹോം വൈസ് ഫിസിക്കൽ തെറാപ്പി, ഏത് ഫേസിലായാലും ഫിസിക്കൽ തെറാപ്പി കവർ ചെയ്യുന്ന എയിമുകൾ താഴെ പറയുന്നവയാണ്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇൻക്രീസ് യുവർ മസിൽ സ്ട്രെങ്ത്, പ്രിവെന്റ് എക്സസീവ് ഫെറ്റിക്, എൻഹാൻസ് എയറോബിക് കപ്പാസിറ്റി, ഇൻക്രീസ് ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ. ഈ ഒരു 5 കാര്യങ്ങളാണ് മെയിൻ എയിമായിട്ട് റീഹാബിലിറ്റേഷനിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾ കവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഈ രോഗത്തിനോട് അനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറവായിരിക്കും. മസിൽ സ്ട്രെങ്ത്, നമ്മുടെ പെരിഫറൽ മസ്കിൾ സ്ട്രക്ചറിലെ മസിൽ സ്ട്രെങ്ത് കുറവായിരിക്കും. ഒരുപാട് ഫെറ്റിഗിന് ചാൻസ് ഉണ്ട്, ഒരുപാട് ക്ഷീണാവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എയറോബിക് കപ്പാസിറ്റി കുറയും, അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കുറയും. സോ ഏതൊരു ഫേസിലും, അതായത് എയർലി പ്രീ ഓപ്പറേറ്റീവ് ആയാലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയാലും ഈ ഒരു എയിം വെച്ചിട്ടാണ് ഫിസിക്കൽ തെറാപ്പി മാനേജ്മെന്റും അതിന്റെ അസസ്മെന്റും കാര്യങ്ങളും നടക്കുന്നത്. Then we want to mention something about contraindication of physical therapy treatment. Contraindication എന്ന് പറഞ്ഞാൽ ഏതൊരു പേഷ്യന്റിന്റെ ഏതൊരു സ്റ്റേജിലാണ് നമുക്ക് ഫിസിക്കൽ തെറാപ്പി കൊടുക്കാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ മോഡിഫൈഡ് ചെയ്ത ഫിസിയോതെറാപ്പി കൊടുക്കേണ്ടി വരുന്നത്, ഈ സ്റ്റേജിനെയാണ് നമ്മൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ തെറാപ്പി മാനേജ്മെന്റിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്: എനി സൈൻസ് ഓഫ് അക്യൂട്ട് റിജക്ഷൻ ഓഫ് ട്രാൻസ്പ്ലാന്റ് ഓർഗൻ, acute hemorrhage, electrolyte imbalance, physiological instability, severe neurological complications and severe cardiovascular issues. ഈ ഒരു ഘട്ടങ്ങളിലാണ് ഫിസിക്കൽ തെറാപ്പി ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി മോഡിഫൈഡ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നത്. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു ആക്റ്റീവായ ഒരു വ്യക്തിയിൽ, ഏറ്റവും നല്ല ഹെൽത്തി ആയ ഒരു വ്യക്തിയിൽ നമുക്ക് മാക്സിമം ഇന്റൻസിറ്റി, ലോങ് ഡ്യൂറേഷൻ എല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഘട്ടങ്ങൾ വരുമ്പോൾ പേഷ്യന്റിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണോ അതിനെ അസസ് ചെയ്തിട്ട് പേഷ്യന്റിനെ ബെയർ ചെയ്യാൻ പറ്റുന്ന ഇന്റൻസിറ്റിയിൽ, ഡ്യൂറേഷനിൽ മാത്രമേ ഫിസിക്കൽ തെറാപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരു ഇതിനെയാണ്
ആ ഒരു കാര്യങ്ങളാണ് കോൺട്രാഇൻഡിക്കേഷൻ ഓഫ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ഇൻ എനി സ്റ്റേജസ് എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഫിസിയോതെറാപ്പി ഇവാലുവേഷൻ ഏതൊരു സ്റ്റേജിലാണെങ്കിലും, പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജിലാണെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജിലാണെങ്കിലും ഫിസിക്കൽ തെറാപ്പി നടത്തുന്നതിന് മുമ്പ് ഫിസിയോതെറാപ്പി ഇവാലുവേഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ഫിസിയോതെറാപ്പി ഇവാലുവേഷൻ ചെയ്തതിനു ശേഷം മാത്രമാണ് പേഷ്യന്റിന്റെ കറന്റ് സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാവുന്നതും ഓരോ പേഷ്യന്റിനെ ടൈലേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഫിസിക്കൽ തെറാപ്പി ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും. സോ ഫിസിയോതെറാപ്പി ഇവാലുവേഷനിൽ വരുന്ന കാര്യങ്ങളാണ് അസസ്മെന്റ് ഓഫ് മസിൽ സ്ട്രെങ്ത് ആൻഡ് എൻഡുറൻസ്. പേഷ്യന്റെ കറന്റ് മസിൽ സ്ട്രെങ്ത് അസസ് ചെയ്യുക, അവരുടെ എൻഡുറൻസ് അസസ് ചെയ്യുക, അവരുടെ എയറോബിക് കപ്പാസിറ്റി അസസ് ചെയ്യുക, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ അസസ് ചെയ്യുക. ദെൻ അസസ്മെന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇൻ ADL, ഇൻഡിപെൻഡൻസ് ഇൻ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്, ന്യൂറോളജിക്കൽ, musculoskeletal, metabolic aspect of assessment, then smoking and alcoholic habit, their pain intensity, their level of fatigue and their quality of life. So ഈ ഒരു ആസ്പെക്റ്റിൽ പേഷ്യന്റിന്റെ അസസ്മെന്റ് നടത്തി പേഷ്യന്റിന്റെ കറന്റ് സ്റ്റാറ്റസ് മനസ്സിലാക്കി ആ ഒരു ഫൈൻഡിങ് വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ഫിസിക്കൽ തെറാപ്പി എയിംസും പ്ലാൻസും നമ്മൾ മെൻഷൻ ചെയ്തു പോകുന്നത്. ദെൻ അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു 4 സ്റ്റേജുകൾ നമ്മൾ ഫിസിക്കൽ തെറാപ്പി മാനേജ്മെന്റിൽ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പി എന്നുള്ളത്. പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പി എന്തെന്നാൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഒരു പേഷ്യന്റ് ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് വന്ന് ആ ഒരു കൺസൾട്ടേഷനിൽ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇതിൽ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആസ്പെക്റ്റിൽ പേഷ്യന്റ് ചെയ്യേണ്ട എക്സസൈസുകളും കാര്യങ്ങളുമായിരിക്കും മെയിൻ ആയിട്ട് പ്രീ ഓപ്പറേറ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ അവരെ പഠിപ്പിച്ചു വിടുന്നത്. അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, സർജറി കഴിഞ്ഞിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളുമായി ഈസി ആയിട്ട് കോർപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പിയിൽ നമ്മൾ പേഷ്യന്റിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ അസസ്മെന്റും കാര്യങ്ങളെല്ലാം നടത്തുകയും അതിന് അനുബന്ധമായി പേഷ്യന്റെ കറന്റ് സ്റ്റാറ്റസ് മനസ്സിലാക്കുകയും അതിനോട് അനുബന്ധിച്ചുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും. ഒരു പേഷ്യന്റ് പ്രീ ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പിയിൽ ആ പേഷ്യന്റെ പ്രസന്റേഷൻ മെയിനായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. മസിൽ മാസ് വളരെ കുറവായിരിക്കും, ലോ ബോൺ മിനറൽ ഡെൻസിറ്റി ആയിരിക്കും, മസിൽ സ്ട്രെങ്ത് കുറവായിരിക്കും, ദെൻ ഇൻക്രീസ് ലെവൽ ഓഫ് ഫെറ്റിഗിലായിരിക്കും, ഡിക്രീസ് എയറോബിക് കപ്പാസിറ്റി ആയിരിക്കും. ഈ മെയിൻ കാര്യങ്ങളാണ് പ്രീ ഓപ്പറേറ്റീവ് പേഷ്യന്റ് പ്രസന്റേഷൻ ആയിട്ട് വരുന്നത്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രീറ്റ്മെന്റിന് മുമ്പ് നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. അതിൽ പേഷ്യന്റ് മെയിനായിട്ട് കാണുന്ന ഇഷ്യൂസ് ആണ് ലോസ് ഓഫ് മസിൽ മാസ്, ലോ ബോൺ മിനറൽ ഡെൻസിറ്റി, റെഡ്യൂസ് മസിൽ സ്ട്രെങ്ത്, ഇൻക്രീസ് ലെവൽ ഓഫ് ഫെറ്റിഗ് ആൻഡ് ഡിക്രീസ് എയറോബിക് കപ്പാസിറ്റി. മാൽന്യൂട്രീഷൻ പേഷ്യന്റിന്റെ മസിൽ പവർ കുറയുന്നതിനും പേഷ്യന്റിന് ഫെറ്റിഗ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ പേഷ്യന്റെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതിനും ഇതെല്ലാം കൂടി ചേർന്ന് പേഷ്യന്റിന്റെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് കുറയുന്നതിനും കാരണമാണ്. സോ ഈ മാൽന്യൂട്രീഷൻ എന്ന ഫാക്ടർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ്. പോഷകാഹാരക്കുറവ്, പേഷ്യന്റ് അവരുടെ ഡയറ്ററി ഇൻടേക്ക് വളരെ കുറവായിരിക്കും, അവർക്ക് ലോസ് ഓഫ് വിശപ്പ് ഇല്ലായ്മ ഉണ്ടാവും. അതുപോലെ തന്നെ മെഡിക്കൽ സൈഡിൽ നിന്നും ഒരുപാട് ഭക്ഷണ കാര്യങ്ങൾ കഴിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ മാൽന്യൂട്രീഷൻ സംഭവിക്കുകയും അത് ഇൻ ടേൺ പേഷ്യന്റിന്റെ മസിൽ പവർ കുറയുന്നതിനും പേഷ്യന്റ് ഈസിലി ഫെറ്റീഗ് ആവുന്നതിനും പേഷ്യന്റിന്റെ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് കുറയുന്നതിനും പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്നതിനും എല്ലാം കാരണമാകും. സോ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പി. പ്രീ ഓപ്പറേറ്റീവ് ഫിസിക്കൽ തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് മെയിൻ എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റ് ഓപ്പറേറ്റീവിൽ അവരെന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു വിടുകയാണ്. അതോടൊപ്പം തന്നെ പേഷ്യന്റെ പ്രസന്റ് സ്റ്റാറ്റസ് എന്താണ്, പേഷ്യന്റിന്റെ മസിൽ പവർ, അവരുടെ റേഞ്ച് ഓഫ് മൂവ്മെന്റ്, അവരുടെ ഫെറ്റീഗ്, അവരുടെ മസിൽ മാസ്, അതെല്ലാം അസസ് ചെയ്തിട്ട് പ്രീ ഓപ്പറേറ്റീവ് തന്നെ നമ്മൾ പേഷ്യന്റിന് ഫിസിക്കൽ ആസ്പെക്റ്റിലുള്ള എക്സസൈസ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. So pre-operative ആയിട്ട് തന്നെ patient they will start their exercise, their physical exercise, their breathing exercise, then slow walking, then slight aerobic training, and we will explain more about the post treatment what they have to follow after their surgery. Then we will come to early post-operative phase. This time the patient will be in intensive care unit.
നമുക്കറിയാം സർജറിക്ക് ശേഷം ഫസ്റ്റ് ആയിട്ട് പേഷ്യന്റിന് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ടോട്ടലി ബെഡ് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഫിസിക്കൽ തെറാപ്പി ആസ്പെക്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ബെഡ് റെസ്റ്റ് കൊണ്ട് പേഷ്യന്റ് എന്തെല്ലാം നെഗറ്റീവ് ആസ്പെക്റ്റുകൾ വരാം അത് കണ്ടെത്തി അവയെ ചികിത്സിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫേസിൽ വരുന്നത്. പേഷ്യന്റ് എല്ലാം ബെഡ് റെസ്റ്റിൽ ആവുന്നത് കൊണ്ട് ബെഡ് റെസ്റ്റിന്റെ അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ്, അതായത് ചെസ്റ്റ് കോംപ്ലിക്കേഷൻ, മസിൽ ഒന്നും വർക്ക് ചെയ്യാതെ കൊണ്ട് ഫെറ്റിഗിലേക്ക് പോകുന്നില്ലെങ്കിൽ മസിലിന്റെ പ്രോപ്പർട്ടി ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോവില്ല. ദെൻ പ്രൊലോങ് ബെഡ് റെസ്റ്റ് ആണെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു DV that may lead to formation of DVT. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബെഡ് റെസ്റ്റ് എന്നൊരു ആസ്പെക്ട് കൊണ്ട് നമുക്ക് വരാറുണ്ട്. അത് മെയിനായിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ചെസ്റ്റ് കോംപ്ലിക്കേഷൻ, മസ്കുലോസ്കെലറ്റൽ ഇഷ്യൂസ്, DVT, ഇതാണ് മെയിൻ ആയിട്ട് ഒരു ബെഡ് റെസ്റ്റ് കൊണ്ട് നമുക്ക് പ്രൊലോങ് ബെഡ് റെസ്റ്റ് കൊണ്ട് നമുക്ക് വരാനുണ്ടാവുന്ന കോംപ്ലിക്കേഷൻ. സോ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യന്റ് ബെഡ് റിഡനിലാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പി എയിംസ് ആർ ടു പ്രിവെന്റ് കോംപ്ലിക്കേഷൻ ഓഫ് ഇമ്മൊബിലൈസേഷൻ, പ്രിവെന്റ് പൾമണറി കോംപ്ലിക്കേഷൻ, റിസ്റ്റോർ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്. ഈ ഒരു 3 ആസ്പെക്ട് ആണ് നമ്മൾ ബെഡ് റെസ്റ്റ് പീരീഡിൽ, അതായത് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂസ്. ദെൻ ഓൾ വി നോ ആഫ്റ്റർ സർജറി ദ പേഷ്യന്റ് വിൽ ഹാവ് മച്ച് പെയിൻ. പെയിൻ ഇസ് എ ഗുഡ് സൈൻ എന്ന് പറയുമെങ്കിലും നമുക്ക് റീഹാബിലിറ്റേഷൻ കൺസേൺ വെച്ചിട്ട് ഒരുപാട് എക്സസൈസുകൾക്ക് ചെയ്യാനും പേഷ്യന്റിനെ നടത്താനും എല്ലാം നമുക്ക് വരുന്ന ഒരു ബാരിയറാണ് പെയിൻ. ഇതിൽ വ്യക്തമായ ഒരു പെയിൻ അസസ്മെന്റ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പെയിൻ അസസ് ചെയ്യുക. ഇതിൽ തന്നെ നമുക്ക് കാണാം 0 എന്നുള്ള ആസ്പെക്ട് നോ പെയിൻ ആണ്, 10 ഈസ് ദ വേഴ്സ്റ്റ് പെയിൻ. സോ ഇതിനിടയിൽ വരുന്ന ഒരു റേഞ്ച് വെച്ച് പേഷ്യന്റിനോട് ചോദിച്ചിട്ട് അവരുടെ പെയിൻ ഇന്റൻസിറ്റി മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളും കാര്യങ്ങളും എല്ലാം അവരുടെ പെയിനിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. ICUയിൽ വരുന്ന മറ്റൊരു ആസ്പെക്ട് ആണ് പൾമണറി ഫിസിക്കൽ തെറാപ്പി. പൾമണറി ഫിസിക്കൽ തെറാപ്പി നമ്മൾ പറഞ്ഞു, പേഷ്യന്റ് ബെഡ് റിഡൻ ആയി പോകുമ്പോൾ നമുക്ക് പേഷ്യൻസിന് ചെസ്റ്റ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കാം, വീൻ ഓഫ് ചെയ്താലും വെന്റിലേറ്റർ ആയിരിക്കുമ്പോഴും നമുക്ക് പേഷ്യന്റിന്റെ ഈവൻ പോസ്റ്റ് സർജറി കോംപ്ലിക്കേഷൻ എന്ന രീതിയിൽ പേഷ്യന്റിന് ചെസ്റ്റ് കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൾമണറി ഫിസിയോതെറാപ്പി ഏരിയയിൽ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ശ്രദ്ധിക്കുന്നത്. സോ വി വിൽ ഗീവ് ലങ് എക്സ്പാൻഷൻ എക്സസൈസ്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ്, പോസ്റ്റ് എക്സ്പിറേറ്ററി ടെക്നിക്സ്, കഫിംഗ് ടെക്നിക്സ്, സ്പൈറോമീറ്ററി, ചെസ്റ്റ് പെർക്കഷൻസ് ആൻഡ് വൈബ്രേഷൻസ്. സോ ഇതെല്ലാം ഈ ചെസ്റ്റ് ഫിസിക്കൽ തെറാപ്പിയിൽ വരുന്ന ഫിസിയോതെറാപ്പി ടെക്നിക്കുകളാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ ഉള്ള ഒരുപാട് വ്യക്തികൾ ഈ ഒരു പല സ്റ്റേജിലൂടെയും പോയവരും ഈ എക്സസൈസുകളുമായി ഫെമിലിയർ ആയിട്ടുള്ളവരുമായിരിക്കാം. സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ ഫോർ ഗിവിംഗ് ചെസ്റ്റ് ഫിസിക്കൽ തെറാപ്പി ബൈ യൂസിങ് വൈബ്രേറ്റർ എന്ന ഒരു മെഷീൻ വെച്ച് പേഷ്യന്റിന്റെ ലങ്സ് മൊബിലൈസ് ചെയ്തെടുക്കുകയാണ്. സോ ആസ് എ റിസൾട്ട് വി ക്യാൻ റിമൂവ് ദ സെക്രീഷൻ ഫ്രം ദിയർ ലങ്സ്. ദിസ് ഈസ് സ്പൈറോമെട്രി ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ലങ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഇത് ICUയിലായാലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിലായാലും അഡ്വാൻസ് റീഹാബ് ഫേസിലായാലും നമ്മൾ ചെയ്യാറുള്ള ഒരു എക്സസൈസ് ആണ്. ദിസ് ഈസ് കഫിംഗ് വിത്ത് പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് ഇൻസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പെയിൻ ഒരു ഫാക്ടറാണ് ഈ റീഹാബിലിറ്റേഷന് ഒരു ബാരിയറാണ്. റീഹാബിലിറ്റേഷൻ ഒരു ബാരിയറാണ് പെയിൻ. സോ cuffing, sneezing, everything that will increase the intensity of the pain. So the physical therapist will teach properly how to cuff by giving proper support. സോ നമ്മളിവിടെ കാണുന്നത് ഒരു പില്ലോ വെച്ച് പേഷ്യന്റ് അബ്ഡോമൻ സപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെ പേഷ്യന്റിനെ കഫ് ചെയ്യിക്കണം എന്നുള്ള ടെക്നിക് പഠിപ്പിക്കുന്നതാണ്. Then percussions and vibration. This is the manual technique by which we are removing the secretion from patient chest tissues. ഇതും നമ്മുടെ ഒരുപാട് ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. Then this is the diaphragmatic breathing exercise by which we are taking maximum air in and out. So this is one technique to improve the breathing aspects. Then this is the thoracic expansion exercises by which we are improving the thoracic mobility. So that's about the pulmonary physio. The aim again, pulmonary physio provide airway clearance, increase lung expansion and restore respiratory function. So pulmonary physio is one of the important physical therapy aspect in early post surgery patients.
And after pulmonary physical therapy, the main aim is early mobilization. നമുക്കറിയാം പേഷ്യന്റ് സർജറി കഴിഞ്ഞ് ബെഡ് റിഡൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ പേഷ്യന്റ് ഒരുപാട് നാൾ അല്ലെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ പേഷ്യന്റിനെ ബെഡിൽ കിടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഏർലി മൊബിലൈസേഷൻ ദാറ്റ് വിൽ ഗീവ് ബെറ്റർ റിസൾട്ട് ആൻഡ് ദാറ്റ് വിൽ റെഡ്യൂസ് ദ സ്റ്റേ ഇൻ ICU എന്നാണ് പറയുന്നത്. സോ പേഷ്യന്റിന്റെ വൈറ്റൽ കണ്ടീഷനും കാര്യങ്ങളെല്ലാം സ്റ്റേബിളായി ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടിയാൽ വി വിൽ സ്റ്റാർട്ട് മൊബിലൈസിങ് ദ പേഷ്യന്റ്. അത് ഡയറക്റ്റ് ആയിട്ട് മൊബിലൈസേഷൻ ആയിരിക്കില്ല. വി വിൽ വാച്ച് ഓൾ the vital signs of the pain and we'll make sure the patient is stable. Then we'll do angle toe movements. Then ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്ന പ്രോസസ്സാണ്, അല്ലാണ്ട് ഡയറക്റ്റ് പേഷ്യന്റ് നടത്തുകയല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. വി വിൽ മേക്ക് ദ പേഷ്യന്റ് ഇൻ പ്രോപ്പർ സിറ്റിംഗ്, അതായത് ഒരു തലയുടെ ഭാഗം മാത്രം പൊക്കി വെച്ച് പേഷ്യന്റിനെ കുറച്ച് നേരം ഇരുത്തും. Then we will make the patient sitting in the chair. This we can do in separate chair, or we can make the patient at the edge of the bed. All this time we will make sure the patient is stable and his vitals are stable. Then we can make the patient stand with maximum support. Then we can make the patient walk with maximum support. ഈ എല്ലാ ആസ്പെക്റ്റിലും we will take proper fall prevention measures to avoid fall in all these aspects. So that's the idea, or that's the summary of the patient treatment in ICU. The main aim എന്ന് പറയുകയാണെങ്കിൽ പേഷ്യന്റിന്റെ പൾമണറി ആസ്പെക്ട് നോക്കുക, അതിൽ കോംപ്ലിക്കേഷൻ, അതിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാതെ ഫർദർ കോംപ്ലിക്കേഷൻ ഒന്നും വരാതെ നോക്കുക, പേഷ്യന്റിന്റെ ബ്രീത്തിങ് പാറ്റേൺ കൂട്ടുക, എയർ എൻട്രി കൂട്ടുക, തൊറാസിക് മൊബിലിറ്റി കൂട്ടുക. അതോടൊപ്പം തന്നെ പേഷ്യന്റിനെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ, ICUവിൽ അലോട്ടഡ് ആയിട്ടുള്ള എക്സസൈസുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഫിസിക്കൽ തെറാപ്പി ഹോസ്പിറ്റലിൽ എല്ലാ വിഗ്രസ് എക്സസൈസുകളൊന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ഡു സം ഐസോമെട്രിക് എക്സസൈസസ് ടു ദ ലോവർ ലിംബ്. കാലിന്റെ പേശികൾക്കും അതേപോലെ കൈയുടെ പേശികൾക്കും ഐസോമെട്രിക്സ് ആയിട്ട് ഒരുപാട് സ്ട്രെസ് വരാത്ത എക്സസൈസുകൾ കൊടുക്കാൻ സാധിക്കും. പേഷ്യന്റ് അത് ഫിസിക്കൽ തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. പേഷ്യന്റിനെ ഇരുത്താൻ സാധിക്കും, നിർത്താൻ സാധിക്കും, പേഷ്യന്റിനെ നടത്താൻ സാധിക്കും. ഒരു പ്രാവശ്യം പേഷ്യന്റ് നടന്നു വരുമ്പോൾ അത് ആ പേഷ്യന്റ് അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. ഒരിക്കൽ ആ പേഷ്യന്റ് കാണുകയാണ്, പേഷ്യന്റ് നടന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ ആ പേഷ്യന്റ് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് മോട്ടിവേറ്റ് ആയ പേഷ്യന്റ് ഈസിലി ഗോ ഫോർ റിക്കവറി എന്നാണ് നമ്മൾ പറയുന്നത്. So these are some example for exercise what we are doing in ICU. So അങ്ങനെ patient ICU will gradually stable ആയി. When the patient is ready to move out from the ICU as per the doctor's order, our rehab will change from ICU to ward. So that will explain from Mr. Harish, who is a senior physical therapist over here. So ഞാൻ സംസാരിച്ചത് പേഷ്യന്റിന്റെ പ്രീ ഫിസിക്കൽ തെറാപ്പി ആസ്പെക്ട് ആസ് വെൽ ആസ് പേഷ്യന്റ് റീഹാബിലിറ്റേഷൻ ഇൻ ദ ICU. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ so we will continue and you can ask your doubts at the end of the session. Thank you. Please continue. We will discuss the matter after your class. Thank you. ഓക്കെ, നമുക്ക് തുടങ്ങാം. ബേസിക്കലി ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യാമോ? കേൾക്കുന്നുണ്ട്. എനിക്ക് കുറെയൊക്കെ ഫേസസ് ഇവിടെ ഫെമിലിയർ ആണ്. ബേസിക്കലി നമ്മൾ പറഞ്ഞു ICUലെ ഫേസസ് സാർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ICUല് ചെസ്റ്റ് ഫിസിയോ പോയിരുന്നു, ഏർലി മൊബിലൈസേഷൻസ് പോയിരുന്നു, എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. അപ്പം വൺസ് ICUന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ICU ഫേസസിൽ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ വരുന്ന ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഒരു നഴ്സിംഗ് സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ്സിന്റെ ഫുൾ സപ്പോർട്ടും ഡോക്ടർ സപ്പോർട്ടും ഒരു 24 hours ഇല്ലാതെ വേണമെങ്കിൽ മാത്രം ആവശ്യത്തിന് മാത്രം നഴ്സസ് വരുന്ന ഈ ഒരു ഘട്ടമായിരിക്കും വാർഡിൽ വരുമ്പോൾ. ബേസിക്കലി ആ സമയത്ത് എല്ലാവർക്കും പേടിയായിരിക്കും. പെട്ടെന്ന് ICUന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയായിരിക്കും. അനങ്ങാൻ പറ്റുമോ, നിൽക്കാൻ പറ്റുമോ, നമ്മൾ ICUല് നല്ല സ്റ്റേബിളായി നടന്നു ഓടി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബൈസ്റ്റാൻഡേഴ്സിന് പേടിയായിരിക്കും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നിൽക്കരുത്, നടക്കരുത്. എന്ത് അനങ്ങിയാൽ തന്നെ നഴ്സസിനെ വിളിക്കാം.
ബേസിക്കലി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ആ ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മുടെ റോള് വാർഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോൾ എന്ന് പറയുന്നത് ആദ്യം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ആയിരിക്കും, പക്ഷെ ബൈസ്റ്റാൻഡേഴ്സ് കോൺഫിഡന്റ് ആയിരിക്കത്തില്ല. അപ്പം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, നിങ്ങളോടും എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഐസിയുവിന് ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഒരു റൗണ്ട് അവിടത്തെ പോലെ എപ്പോഴും ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളും കൂടി ഇനി കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുക, ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന റോളായിരിക്കും വാർഡിൽ വരുമ്പോൾ ഉണ്ടാവുക. നമ്മൾ എക്സസൈസസ് ആണെങ്കിലും ഐസിയുന്നൊക്കെ ചെയ്തിരുന്നതിനെക്കാട്ടും റെപ്പിറ്റേഷൻസ് എണ്ണം കൂട്ടുന്നു. നിങ്ങളുടെ കണ്ടീഷൻ ആണെങ്കിലും ഡേ ബൈ ഡേ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഐസിയുവിൽ തന്നെ നല്ല വെൽ മൊബിലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, എങ്കിൽ പോലും കണ്ടീഷൻ വൈസ് ജനറൽ വൈസ് നിങ്ങളുടെ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ബേസിക്കലി വാർഡിൽ വന്ന ഏറ്റവും ആദ്യത്തെ റോള് ബൈസ്റ്റാൻഡേഴ്സ്, കൂടുതൽ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എക്സസൈസിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. സാറ് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ പൾമിനറി ഫിസിയോതെറാപ്പിയിൽ ഒരു ഇൻസെന്റീവ് സ്പൈറോ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. നമ്മൾ ബോൾസ് ഇത് ചെയ്യുന്ന അറിയായിരിക്കും എല്ലാവർക്കും. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അത് നിങ്ങളോട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറയുക. മാക്സിമം ടൈമിൽ ബെഡിലൊക്കെ ആണെങ്കിൽ ഇരിക്കുക, സേഫ് ആയിട്ട് റൂംസിൽ നടക്കുക എന്ന എഡ്യൂക്കേഷൻ ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുക. പിന്നെ ലിഫ്റ്റ് ചെയ്യരുത്, ഹെവി വെയിറ്റ് എടുക്കരുത്, പുഷോ പുള്ളോ അങ്ങനെയുള്ള ഇതെടുക്കരുത്, സിറ്റപ്സോ പുള്ളപ്സോ ഒന്നും നമ്മൾ വാർഡിൽ എൻകറേജ് ചെയ്യാറില്ല. ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ് ബേസിക്കലി നമ്മൾ ക്ഷീണം, സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക് എല്ലാവർക്കും അറിയാം, വേദന അല്ലെങ്കിൽ ക്ഷീണം ഈവൻ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന മിനിമൽ ആയിട്ടുള്ള എക്സസൈസസ് ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് വേദനയായിരിക്കും, പിന്നെ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഇൻസിഷന്റെ സൈറ്റ് സർജറിയുടെ സൈറ്റിൽ നമുക്ക് പിടുത്തം വരാം. അപ്പം ഫെറ്റീഗ് എന്ന് പറയും, ക്ഷീണം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നല്ല രീതിയിൽ ഉണ്ടാക്കും. അതിന് നമ്മളും പുഷ് ചെയ്യും, ബൈസ്റ്റാൻഡേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. പിന്നെ ഫിസിക്കൽ പെർഫോമൻസ് ലെവൽ, ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ 1-2 റൗണ്ട് നടന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ ചോദിക്കുക എന്തോരം ആയി, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, എത്ര പ്രാവശ്യം ചെയ്തു. അപ്പൊ അത് റെഗുലർ ഫോളോ അപ്പ് ചെയ്ത് അവരുടെ ഫിസിക്കൽ പെർഫോമൻസ് ലെവൽ നമ്മൾ കൂട്ടാൻ നോക്കും. പിന്നെ മസിലിന്റെ ലോസ്, നമ്മൾ സർജറി സാർ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ പ്രസന്റ് ചെയ്യുന്നത് ബോൺ മാസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ക്ഷീണം കൂടുതലായിരിക്കും. അപ്പൊ അതെല്ലാം പ്രിവെന്റ് ചെയ്യുക. എക്സസൈസസ് കൊണ്ട് നമുക്ക് മസിലിന്റെ ലോസ് മൊത്തം പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മസിലിന്റെ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും തീരെ കുറവായിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ആൻസൈറ്റി ആൻഡ് സ്റ്റിമുലേറ്റഡ് ആൻസൈറ്റി ആയിരിക്കും കൂടുതലും ഉണ്ടാവുക, അത് റിഡ്യൂസ് ചെയ്യുക. സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ ഇൻഡിപെൻഡ് ചെയ്യുക. അപ്പൊ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈവൻ നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, പേടിയായിരിക്കും. അപ്പൊ അതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് വിത്തിൻ ദ റൂമിൽ തന്നെ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എക്സസൈസ് കൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഫേസിൽ ഉദ്ദേശിക്കുന്നത്. ഇനി എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളോട് 2 കിലോ അല്ലെങ്കിൽ 3 കിലോ വെയിറ്റ് എടുക്കുകയോ ഓടാനോ അല്ല നമ്മൾ ചെയ്യിക്കുന്നത്. ഇത് ഗ്രാജുവൽ ആയിട്ട് പ്രോസസ് ചെയ്ത് വരിക ചെയ്യുന്നത്. ഐസിയുന്ന് ചെയ്ത എക്സസൈസസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് റിപ്പീറ്റേഷൻസും ഫ്രീക്വൻസിയും കൂട്ടിക്കൊണ്ടുവന്ന് ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവൽ സപ്പോർട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ മാക്സിമം ലെവലിലേക്ക് എത്തുക ചെയ്യുന്നത്. ഇനി വാർഡിൽ ഐസിയുന്റെ അതേ എക്സസൈസ് തന്നെയാണ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി, പൾമിനറി കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ള ആ സ്പൈറോമീറ്റർ നമ്മളായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറയും. ബ്രീത്തിങ് എക്സസൈസസ് നമ്മൾ കൈ വെച്ചിട്ടും ഇതുമായിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ എൻകറേജ് ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള ലെഗ് എക്സസൈസസ്, ബെഡിൽ തന്നെയാണെങ്കിൽ ഇരുന്നുകൊണ്ടും ബെഡിൽ ലെഗ് ഔട്ട് ചെയ്തിരുന്നുകൊണ്ട് കാല് പൊക്കാനും അങ്ങനെയുള്ള സിമ്പിൾ എക്സസൈസസ്, ലെഗ് എക്സ്പാൻഷൻ എക്സസൈസസ്, ബ്രീത്തിങ്ങിൻ്റെതായിട്ടുള്ള കുറെ ടെക്നിക്സും ഇതുമായിരിക്കും നമ്മൾ വാർഡിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇൻ ടോട്ടൽ പെർഫോമൻസ് ആണ് നമ്മൾ കൂട്ടിയെടുക്കുന്നത്. പിന്നെ ബേസിക്കലി മസിലിന്റെ സ്ട്രെങ്തനിങ് കൂട്ടുക. മസിലിന്റെ സ്ട്രെങ്തനിങ് ആദ്യം നമ്മൾ ജനറൽ എക്സസൈസസ് ഓക്കെ ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ ചെറിയ വെയിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും. വെയിറ്റ് കപ്സുകൾ കൊണ്ടുവന്ന് നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായിരിക്കും ബേസിക് സ്റ്റാർട്ടിങ് സ്ട്രെങ്തനിങ് വൈസിൽ. പിന്നീട് നമ്മൾ പറയും കുറേശ്ശെ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടി കൊണ്ടുവരാമെന്നും. ജനറൽ ആയിട്ടുള്ള നെക്കിന്റെ സ്ട്രെച്ചസ്, കൂടുതൽ പോസ്റ്റും സർജറി പെയിൻ വന്നു നമ്മൾ ഒരു കുനിഞ്ഞ പോസ്റ്ററിലായിരിക്കും അല്ലെങ്കിൽ നന്നായിട്ട് നിവർന്ന് നടക്കുന്നുണ്ടാവില്ല. അപ്പൊ പോസ്റ്റർ ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പെയിൻ ഈ ഒരു കേസിലൊക്കെ പെയിൻ ഒക്കെ നല്ല ബെറ്റർ ആയിരിക്കും, പെയിൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാകും. കുറച്ചുകൂടി നമുക്ക് ഫ്ലെക്സിബിൾ ആകാൻ സാധിക്കും. ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള എക്സസൈസസും ബാലൻസ്, എയറോബിക്സ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വാർഡിൽ നിന്ന് തന്നെയാണ്. ഇത്രയും ഒന്ന് ഓക്കെ ആയി, സ്റ്റെപ്സ് ഒക്കെ കയറി റെഡി ആയി, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ലേറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ചാർജിന് ശേഷമുള്ള ഫേസ് ആണ്. 3 months ആഫ്റ്റർ ഡിസ്ചാർജിന് ശേഷമുള്ള ഫേസ് ആണ് ഈ ലേറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. ഇതിൽ
നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടൈലേർഡ് പ്രോഗ്രാംസ് ആയിരിക്കും ഈ ലേറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിൽ നമ്മൾ ചെയ്യുക. പോകുന്ന സമയത്ത് ഡിസ്ചാർജ് പോകുന്ന സമയത്ത് അത് ഇൻഡിവിജ്വലൈസ് ചെയ്തു പലർക്കും പല രീതിയിലായിരിക്കും. ബേസിക് ആയിട്ടുള്ള എക്സസൈസസ് എല്ലാം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യും. ഓരോരുത്തരുടെ ജോലി അനുസരിച്ചും ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചും ഫിസിക്കൽ എക്സസൈസ് പെർഫോമൻസ് അനുസരിച്ചും നമ്മൾ ഹോം എക്സസൈസസ് അലോട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെയും ബേസിക്കലി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വാർഡിൽ വരുന്ന സമയത്തും ബൈസ്റ്റാൻഡേഴ്സിന് എല്ലാവർക്കും തന്നെ ഉള്ളൊരു പേടി, ഭയം, ആ ഒരു സംഭവമായിരിക്കും. അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഇനി വീട്ടിലോട്ടാ പോകുന്നത്. ഇത്രയും നേരം നാളും വാർഡിൽ നിന്നൊക്കെ പോയപ്പോഴും ഫുൾ സപ്പോർട്ടുള്ള നേഴ്സസ് സപ്പോർട്ട്, പാരാമെഡിക്കൽ സപ്പോർട്ട്സ് എല്ലാം കുറഞ്ഞ് ആവശ്യത്തിന് മാത്രമായി. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ഇനി ഞങ്ങളാ നോക്കേണ്ട ആ ഒരു പേടിയായിരിക്കും. അപ്പൊ അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഡിസ്ചാർജിന് ശേഷമുള്ള ആ ഫേസസ് നമ്മൾ ക്ലിയർ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. കുറെ കൂടി ആക്റ്റീവ് ആവാൻ സാധിക്കുക. ഈവൻ പേഷ്യൻസിനാണെങ്കിൽ തന്നെ ഒരു ഫിയർ ആയിരിക്കും, നമ്മുടെ ന്യൂലി ട്രാൻസ്പ്ലാന്റഡ് ഓർഗന് ഡാമേജ് ചെയ്യുകയാണോ. ഫാമിലീസ് ആണെങ്കിലും ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരിക്കും. അത് എൻകറേജ് ചെയ്യുക. പിന്നെ കൂടുതലും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ആൻസൈറ്റി ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. ഇതെല്ലാം നോർമലി ഒരു സർജറി കഴിഞ്ഞ ഒരു 1.5 months വരെയുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ തന്നെ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിൽ, ലേറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിൽ ഉണ്ടാകും. ഇതെല്ലാം തന്നെ റെഗുലറൈസ് ചെയ്യുന്ന നമുക്ക് റെഗുലർ സിസ്റ്റമാറ്റിക് എക്സസൈസസ് മാത്രമേ നമുക്ക് ഈ ഇഷ്യൂസ്, ഈ കോംപ്ലിക്കേഷൻസ്, ജനറൽ പ്രസന്റേഷൻസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊരു ആഫ്റ്റർ 3 months നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമുക്ക് സെൽഫ് കെയർ ആക്ടിവിറ്റി നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റി ഓഫ് ലൈഫ് കമ്പയർഡ് വിത്ത് ഈ ബാക്കിയുള്ള ഫേസസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. നമുക്ക് തിരിച്ച് നമ്മുടെ ജോലികളിലേക്ക് തിരിച്ചു പോവാം. ഏത് തരം വർക്കാണോ നമ്മൾ ചെയ്യുന്നോണ്ടിരുന്നത് ആ വർക്കിലേക്കൊക്കെ നമുക്ക് ഗ്രാജുവലി തിരിച്ചു പോകാം. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഏറ്റ സ്ട്രെച്ചിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയിരിക്കാനായിരിക്കില്ല. ഗ്രാജുവലി ഇടയ്ക്ക് ബ്രേക്സ് ഇടാൻ പറയും, അല്ലെങ്കിൽ ഒന്നരാടം പോകാൻ പറയും, പിന്നെ അത് ആഫ്റ്റർനൂൺ ആക്കും, പിന്നെ ഫുൾ ഡേ ആക്കും. അങ്ങനെ നമ്മൾ റിട്ടേൺ ടു ജോബ്, ഇപ്പൊ വയ്യ ജോബിലേക്ക് തിരിച്ചു വരാൻ പറയും. പിന്നെ സോഷ്യൽ പാർട്സ് നമ്മളെല്ലാം റീസ്ട്രെയിൻ ചെയ്തേക്കായിരിക്കും. സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല, ഫിയർ ഓഫ് ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പം സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഒക്കെ ഗ്രാജുവലി പയ്യെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നതായിരിക്കും ഈ 3 months കഴിഞ്ഞുള്ള ഫേസസ്. ലെഷർ ആക്ടിവിറ്റീസിൽ നമുക്ക് ക്യാരംസ്, ചെസ് അങ്ങനെയുള്ള സിമ്പിൾ നമുക്ക് ഇൻഡോർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ലെഷർ ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് ആഫ്റ്റർ 3 months പറയാം. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സസൈസ്, ഒരു ലേറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസസിലുള്ള എക്സസൈസസിന് ബേസിക്കലി ഒരു 3 parts ഉള്ളത്. വാമപ്പ് ഫേസ്, ഏതൊരു എക്സസൈസസിനും 3 parts ഉള്ളത്. വാമപ്പ് ഫേസ്, ഇന്റൻസീവ് ഫേസ് ആൻഡ് കൂൾ ഡൗൺ ഫേസ്. വാമപ്പ് ഫേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എക്സസൈസസിലേക്ക് നമുക്ക് തിരിച്ചെത്തുക. എങ്ങനെയാ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞതുപോലെ കുറെ ദൂരം ഓടാൻ പറ്റുമോ, കുറെ ഇതെന്താ എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ വെയിറ്റ് ഇട്ട് ഒന്നിച്ചങ്ങനെ ചെയ്യാൻ പറ്റും? അതല്ല. ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിന് അനുബന്ധിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്ത്, ബേസിക്കലി ബ്രീത്തിങ് എക്സസൈസസിന് സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവൽ ആയിട്ടാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് എയറോബിക് സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ്. ഇപ്പൊ ട്രെഡ്മില്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ ചാടിക്കയറി ഒരു 10-20 സ്പീഡാക്കി നമുക്ക് അങ്ങ് ഓടാം. അതല്ല ചെയ്യേണ്ടത്. ഗ്രാജുവൽ ആയിട്ട് കുറേശ്ശെ സ്പീഡ് കൂട്ടിയെടുക്കാം. അപ്പൊ അതിനു മുമ്പും മുന്നോടിയായിട്ട് നമുക്ക് ചെറിയ തോതിലുള്ള സ്ട്രെച്ചസ്, സിമ്പിൾ ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസസ് ഇതെല്ലാം ചെയ്ത് ഗ്രാജുവൽ കുറച്ചുകൂടി സ്ട്രെച്ചസ് ആയിട്ടുള്ള, കുറച്ചുകൂടി സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്ത്, എന്നാൽ അങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടി ഇന്റൻസീവ് ആയി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യില്ല. സ്റ്റോപ്പ് ചെയ്യാൻ നേരത്തും ഇതേപോലെ തന്നെ നമ്മൾ കുറേശ്ശെ വീൻ ചെയ്ത് സിമ്പിൾ എക്സസൈസ് ചെയ്ത് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പൊ ഏതൊരു എക്സസൈസസിനും ബേസിക്കലി 3 ഘട്ടങ്ങളാണുള്ളത്. ഒരു വാമപ്പ് ഫേസ്, നമ്മുടെ ബോഡീനെ എക്സസൈസ് ചെയ്യാന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഹാർട്ടിന്റെ റേറ്റ്, നമ്മുടെ ടോളറേറ്റ് ചെയ്യാവുന്ന റെസ്പിറേറ്ററി റേറ്റ് എല്ലാം തന്നെ കൂടുതലായിരിക്കും. അപ്പം ഇതിനെ ഗ്രാജുവൽ ആയിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. ഇന്റൻസീവ് ഫേസസിൽ ഹാർട്ട് റേറ്റ് ഇതൊക്കെ കുറച്ചുകൂടി കൂടുതലായിരിക്കും. പിന്നെ അതേ തിരിച്ച് നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക്, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റിലേക്ക് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുക എന്നുള്ള കൂൾ ഡൗൺ ഫേസ്. അപ്പോൾ എക്സസൈസിലെ ഈ 3 ഫേസസും ഇനിയുള്ള എല്ലാ മുന്നോടിയുള്ള എക്സസൈസസിലേക്ക് നമുക്ക് ബാധകമാണ്. അടുത്തത് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ഈ ബോണ്ട് മാസ്, പ്രീ ഓപ്പറേറ്റീവ് ഫേസിലാണെങ്കിൽ തന്നെ ബോണ്ട് മാസ് വളരെ കുറവായിരിക്കും.
അപ്പം 40% ഓഫ് ദി ലിവർ ട്രാൻസ്പ്ലാന്റ് ഉള്ള ആൾക്കാർക്കും ഓസ്റ്റിയോപോറോസിസ് ബോണിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോകാറുണ്ട്. അത് കൂടുതലും ഈ ക്രോണിക് ലിവർ ഡിസീസും അബ്നോർമൽ ആയിട്ടുള്ള വൈറ്റമിൻ ഡി മെറ്റബോളിസോ, നമ്മുടെ സ്റ്റിറോയിഡ്സ് കഴിക്കുക, ഇമ്യൂണോസപ്രസൻസ്, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, ടാക്രോണിമസ്, ടാർക്ക് വാല്യൂ ഒക്കെ അനുസരിച്ച് നമ്മൾ ടാക്രോണിമസ് ഇതൊക്കെ കൊടുക്കാറുള്ളത്. പിന്നെ നിങ്ങൾ ഇമ്മൊബിലിറ്റി, പുവർ ന്യൂട്രീഷൻ, ഇതെല്ലാം കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് നമുക്ക് വരാറ്. ഈ ഓസ്റ്റിയോപോറോസിസ് നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എക്സസൈസസ്, ടെറാബാൻഡ്സ് ഉപയോഗിച്ചോ വെയിറ്റ് ഉപയോഗിച്ചോ, ഇനി ഇതെല്ലാം തന്നെ നമ്മൾ മുന്നോടിയായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നെക്കിന്റെ സ്ട്രെച്ചസ്, കാലിന്റെ സ്ട്രെച്ചസ്, ബാലൻസിങ് എക്സസൈസസ്. ഇപ്പൊ തന്നെ എയറോബിക്സ്, നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നവരുണ്ടാവും, ഈ കൂട്ടത്തില് റെഗുലർ ആയിട്ട് ട്രെഡ്മിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പം ഈ എക്സസൈസ് എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ബേസിക്കലി പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒരു കോംപ്ലിക്കേഷൻ ആണ് ഓസ്റ്റിയോപോറോസിസ്. മസിലിന്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുക. നമ്മൾ ഇമ്മ്യൂണോസപ്രസൻസും കോർട്ടിക്കോസ്റ്റെറോയിഡ്സും ഒക്കെ ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന മസിലിന്റെ സ്ട്രെങ്ത് നമ്മൾ റീഗെയിൻ ചെയ്യുക. കൂടുതലും കാണുന്ന ഹിപ്പ് ജോയിന്റ്സിലൊക്കെയാണ് ഫ്രാക്ചേഴ്സ് എല്ലാം. ഇതെല്ലാം ആദ്യത്തെ ഒരു 6 മാസത്തേക്കാണ് കൂടുതലായിട്ട് ഈ ഓസ്റ്റിയോപോറോസിസും ഇതെല്ലാം നമുക്ക് ഉണ്ടാകാറ്. പിന്നെ എയറോബിക് ട്രെയിനിങ് ആണ്. എയറോബിക് ട്രെയിനിങ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഉടനെ പറയാറില്ല, നമ്മുടെ കാർഡിയാക് ആൻഡ് പൾമണറി സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എയറോബിക് ട്രെയിനിങ് കൊടുക്കാറ്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ എന്താണ്? കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ക്ഷീണം അനുഭവിക്കുന്നവരായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ എക്സസൈസ് കുറച്ച് കണ്ടിന്യൂ ചെയ്യാം. പലരിലും പല രീതിയിലായിരിക്കും ഫിസിക്കൽ ആക്ടിവിറ്റി ലെവല്. പിന്നെ ചിലവർക്ക് ഡയബറ്റിക് ഉണ്ടാവും, കാർഡിയക് അസുഖങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ഷീണം ഒരുപാട് ഇതുള്ള ആൾക്കാർ. അപ്പം അവർക്ക് അനുബന്ധമായിട്ട് ക്രോണിക് ലിവർ ഡിസീസ് കൂടാതെ ലിവറിന്റെ ഇതല്ലാതെ എന്തൊക്കെ കോമോർബിഡിറ്റീസ് ഉണ്ടോ അതും കൂടി അസസ് ചെയ്ത് ക്ഷീണത്തിന്റെ ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ എയറോബിക് ട്രെയിനിങ് റെക്കമെൻഡ് ചെയ്യാറ്. 3 മാസത്തിന് ശേഷമാണ് നമ്മൾ എയറോബിക് ട്രെയിനിങ് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാറ്. വാക്ക് ചെയ്യാൻ പറയും. വാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് ഒരു 30 അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഓഫ് വാക്കിംഗ് ഒറ്റയടിക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ആദ്യം ഒരു 5 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് വാക്കിംഗ്, പിന്നെ ഒരു 15 മിനിറ്റ്സ് ഓഫ് റെഗുലർ വാക്കിംഗ്, ദെൻ ഒരു 5 മിനിറ്റ്സ് ഓഫ് കൂൾ ഡൗൺ ഫേസസ്. നമ്മൾ പറഞ്ഞ ഒരു എക്സസൈസിന് വാം അപ്പ്, ഇന്റൻസീവ് ആൻഡ് കൂൾ. ഈവൻ വാക്കിംഗിൽ തന്നെ നോക്കുകയാണെങ്കിലും 5 മിനിറ്റ് സാധാരണ രീതിയിൽ സ്ലോ ആയിട്ടൊക്കെ വാക്ക് ചെയ്ത് പിന്നെ ഗ്രാജുവലി കുറേശ്ശെ നമ്മൾ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു 15 മിനിറ്റ്സോളം നല്ല സ്പീഡിൽ നടന്ന് പിന്നെ എഗെയിൻ ഒരു 5 മിനിറ്റ്സ് നമ്മൾ സ്ലോ വാക്കിംഗ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഒരു 25 മിനിറ്റ്സോളം വാക്കിംഗ് കിട്ടും. ഈ ഇന്റൻസീവ് ഫേസ് നമ്മൾ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക. ഈ 15 മിനിറ്റ്സ് എന്ന ഫേസ് നമ്മൾ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക. അതാണ് ഒരു എക്സസൈസ് സ്ട്രക്ചറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഈവൻ സൈക്ലിംഗ് ആണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒറ്റയടിക്ക് സൈക്ലിംഗ് കുറെ ദൂരം ചവിട്ടുകയല്ല, കുറെ നേരം ചവിട്ടുകയല്ല. മിക്കവരും വീട്ടിലെ റിക്യൂംബൻറ്റ് സൈക്കിൾസ് ഒക്കെ കാണും. അപ്പോൾ ഒറ്റയടിക്ക് സ്ട്രെച്ച് ചെയ്ത് ഒരുപാട് നേരം ചവിട്ടുകയല്ല, ഗ്രാജുവലി അതിന്റെ റെസിസ്റ്റൻസും അതിന്റെ ടൈമും നമ്മൾ കൂട്ടി വരിക. ഇനീഷ്യൽ ഫേസിലും തുടങ്ങുന്ന സമയത്തും എൻഡ് ചെയ്യുന്ന സമയത്തും സ്ലോ ആക്കുക സ്പീഡ്. ജോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി സ്ലോ വാക്കിംഗ്, റണ്ണിങ്, ഒരു സ്ലോ വാക്കിംഗ് അല്ലെങ്കിൽ റണ്ണിങ് ആണ് ജോഗിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്. ഒരുപാട് ബോഡിക്ക് സ്ട്രെസ് ഇല്ലാത്ത രീതിയിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് കൂട്ടുക, ബ്ലഡിന്റെ സർക്കുലേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക. നമുക്ക് റെഗുലർ ഡേ ടു ഡേ നമുക്ക് വീട്ടിലുള്ള ചെയ്തു പോകാൻ പറ്റുന്ന ഒരു എക്സസൈസസ് ആണ് ജോഗിങ്. ട്രെഡ്മില്ലുള്ള ആൾക്കാരിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഗ്രാജുവൽ ആയിട്ട് ചെയ്യുക. ഹാർട്ടിന്റെ സ്റ്റാറ്റസും ബാക്കി നമ്മുടെ ബോഡിയിലെ ഫെറ്റിക് ലെവൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രെഡ്മിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ലെവൽസ് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക. ഹില്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡിയാക് ഫിറ്റ്നസ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ സ്റ്റാറ്റസ് അറിയാതെ നമുക്ക് ചെയ്യരുത്. സൈക്കിൾ എർഗോമീറ്റേഴ്സും റിക്കമെൻഡ് സൈക്കിൾസും എല്ലാം തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഷുഗർ ലെവൽസ് അറിയണം. പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും, ഹൈപ്പോഗ്ലൈസിമിക് ആയി പോകുന്നവരുണ്ടാവും, പെട്ടെന്ന് പോകുന്നവരുണ്ടാവും. അപ്പൊ ആ സ്റ്റാറ്റസ് നമ്മൾ അത് ഇൻഡിവിജ്വൽ ടൈലേർഡ് പ്രോഗ്രാം, പലർക്കും പല രീതിയിലായിരിക്കും. അപ്പൊ അതും കൂടെ എല്ലാം മുൻകൂട്ടി നമ്മൾ ഓരോരുത്തരിലും മനസ്സിലാക്കിയതിന് ശേഷമേ ഇങ്ങനെയുള്ള എയറോബിക് എക്സസൈസസിലേക്ക് ഗ്രാജുവൽ ആയിട്ട് പോകാൻ പാടുള്ളൂ. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. എക്സസൈസസിന് മുമ്പ് തന്നെ ഫുഡൊന്നും കഴിക്കാതിരിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിലല്ല, ജസ്റ്റ് ഈവൻ സിപ്സ് ഓഫ് വാട്ടറും അതൊക്കെ എടുത്തിട്ട് എക്സസൈസിൽ എൻഗേജ് ആവുക. നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, ഫുൾ സ്റ്റൊമക്ക് ആകാതിരിക്കുക. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതിലൊക്കെ ഓക്സിജന്റെ സ്റ്റാറ്റസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും സൈക്ലിങ്ങിന്റെ ഇതെല്ലാം. ഇതൊന്നും അല്ല, നമ്മുടെ വീട്ടിൽ തന്നെ സൈക്കിൾസ് ഉള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ
അപ്പാർട്ട്മെന്റ്സിലൊക്കെ സൈക്കിൾസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ ഗ്രാജുവലി ഞാൻ പറഞ്ഞ പോലെ റെസിസ്റ്റൻസും ഇതെല്ലാം കൂട്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ബേസിക്കലി നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷനും കാർഡിയാക് പെർഫോമൻസും എല്ലാം നോക്കിയതിനു ശേഷം നമ്മൾ ഗ്രാജുവലി ചെയ്യിപ്പിക്കുന്നതാണ് ഈ രീതിയിൽ. അതെല്ലാം നമ്മുടെ ഹോം അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഗ്രാജുവൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, കുറേശ്ശെ ഇന്റൻസിറ്റി കൂട്ടിയെടുക്കുക. എപ്പോഴും പ്രോപ്പർ സീറ്റിംഗ് പൊസിഷൻ ആയിരിക്കണം, ബാക്ക് സപ്പോർട്ടഡ് ഉണ്ടാകണം. ഒരു ബാക്ക് സപ്പോർട്ടഡ് ഒന്നുമില്ല, സ്ലൗ ചെയ്ത പോസ്റ്റേഴ്സ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സൈക്കിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സൈക്കിൾസ് എടുക്കുമ്പോഴും പെർട്ടിക്കുലർലി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക. ജോഗിങ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്ലോ വാക്കിംഗ് ആണ്. നമുക്ക് ബോഡിക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കാതെ തന്നെ ഇത് സിമ്പിൾ വാക്കിങ്ങിനെയാണ് ജോഗിങ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ബിഗിനേഴ്സ് ഫേസസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എയറോബിക് എക്സസൈസസ് ആണ്. ട്രെഡ്മിൽ ഞാൻ പറഞ്ഞു പ്രോപ്പറായിട്ട് ചെയ്യുക, സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ എടുക്കുക, ഹാർട്ട് ലെവൽസ് എല്ലാം തന്നെ നോക്കുക, എന്നിട്ട് മാത്രം ട്രെഡ്മില്ലിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇനി വെയിറ്റ് കൺട്രോൾ. സർജറി ഇനീഷ്യൽ ഫേസിൽ പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ അറിയാം ബോണൊക്കെ കുറഞ്ഞ് അല്ലെങ്കിൽ ഫുഡിന്റെ ഇതെല്ലാം ഇൻടേക്ക് എല്ലാം കുറഞ്ഞ് എക്സസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ് എല്ലാവരും ക്ഷീണവും ഇതുമൊക്കെ ആയിരിക്കും. നമ്മുടെ ബോഡി പഴയ ലെവലിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി, നമ്മൾ നോർമലായിട്ട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി, അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തു തുടങ്ങി. ഒരു റെഗുലർ പാറ്റേൺ ഓഫ് ഫുഡ്, ഡയറ്ററി റെസ്ട്രിക്ഷൻസും ഇതുമെല്ലാം ഫോളോ ചെയ്ത് റെഗുലർ പാറ്റേൺസ് ഓഫ് ഫുഡ് വന്നു. പിന്നെ നമ്മുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾ വേറൊരു ഓർഗനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ന്യൂലി ഓർഗനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇമ്മ്യൂണോ സപ്രസൻസും കോർട്ടിക്കോസ്റ്റെറോയിഡ്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റിറോയിഡ് തെറാപ്പിയും ഇമ്മ്യൂണോ സപ്രസൻസും നമ്മുടെ നോർമൽ ഫുഡും കൂടി വരുമ്പോഴേക്കും നമ്മുടെ പയ്യെ നമ്മുടെ വെയിറ്റ് ഒക്കെ കൂടി തുടങ്ങും, നമ്മുടെ ക്ഷീണവും ഇതൊക്കെ മാറി തുടങ്ങും. അപ്പൊ ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സും ഇതും കഴിക്കുന്നത് കൊണ്ട് വെയിറ്റ് ഗെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വെയിറ്റ് ഗെയിനെ തടഞ്ഞു നിർത്തുന്നത്, നമ്മുടെ നോർമൽ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊക്കെ എക്സസൈസസിലൂടെ, ഈ എയറോബിക് എക്സസൈസസും റെസിസ്റ്റൻസ് എക്സസൈസസിലൂടെ മാത്രമേ പറ്റുള്ളൂ. എയറോബിക്കും റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ബ്രീതിങ് എക്സസൈസസും ആവശ്യമാണ്. ഇനി തിരിച്ച് ഞാൻ പറഞ്ഞു 3 മാസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ റൊട്ടീനിൽ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജോലിയിലേക്കൊക്കെ തിരിച്ചു പോകാം. അതുപോലെ നമുക്ക് പയ്യെ ലെഷർ ആക്ടിവിറ്റീസ്, ആൾക്കാരുമായിട്ട് സോഷ്യലി നമുക്ക് ഇത്ര നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, ഇൻഫെക്ഷൻസ് ഒന്നും വരരുതെന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഹോം ബൗണ്ടഡ് ആയിരിക്കും. പയ്യെ സൊസൈറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യാം, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് പയ്യെ ഇൻവോൾവ് ചെയ്യുക, സ്പോർട്സിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യാം, നോർമൽ ആക്ടിവിറ്റി, നോർമൽ ഇൻവോൾവ്മെന്റിലേക്കൊക്കെ തിരിച്ചു പോവുക. അത് 3 മാസം, സർജറിക്ക് 3 മാസത്തിന് ശേഷം നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാം. അപ്പോഴും നമ്മൾ റെഗുലർ എക്സസൈസസും മസിൽ സ്ട്രെങ്തനിങ്ങും നമ്മുടെ എൻഡ്യൂറൻസ്, നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പയ്യെ നമ്മൾ കൂട്ടിയെടുക്കുക. ആദ്യഘട്ടങ്ങളിലൊക്കെ കുറച്ച് കുറവായിരിക്കും. നമ്മൾ ഡെയിലി റെഗുലർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ എൻഡ്യൂറൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി പ്രോപ്പറായിട്ട് വൂണ്ടൊക്കെ ഹീലായി, ഗ്രാഫ്റ്റെല്ലാം നമ്മൾ സ്റ്റെബിലൈസ് ആയി, വേറെ അവസ്ഥയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് ധൈര്യമായിട്ട് സ്പോർട്സിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യാം. ആദ്യത്തെ 3 മാസത്തിന് ശേഷം ഒരു 3 to 4 months നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റി, ക്യാരംസ്, ചെസ്, ഇൻഡോർ ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റി, ലൈറ്റ് സ്പോർട്സ്, ചെറിയ വാക്കിങ്സ്, ഒരുപാട് എക്സേർഷൻ ആവാത്ത ഗോൾഫ്, ബൗളിംഗ്, ആർച്ചറി, ഫിഷിംഗ്, സിമ്പിൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് ആദ്യത്തെ ഒരു 3 to 4 months നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഒരു 5 to 6 months ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മീഡിയം, ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഇന്റൻസിറ്റി ഓഫ് സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഇനി സ്വിമ്മിങ് എല്ലാവർക്കും ഇഷ്ടം, മിക്കവരും ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും. ഒരു ആദ്യത്തെ ഒരു 8 മാസം അല്ലെങ്കിൽ 8 to 10 months നമ്മൾ സ്വിമ്മിങ് റെക്കമെൻഡ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി പൂൾസിലും ലേക്സിലും ഒന്നും നമ്മൾ റിസ്ക് ഓഫ് ഇൻഫെക്ഷസ് ഓർഗാനിസംസ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്പോർട്സ് സ്വിമ്മിങ് എന്ന ഒരു ഇവന്റ് നമ്മൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യാറില്ല. ഇനി തീർത്തും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ഫുട്ബോള്, ബാസ്കറ്റ് ബോൾ, ഹോഴ്സ് റൈഡിങ്, ജമ്പിങ്, അങ്ങനെയുള്ള എക്സസീവ് ട്രോമ വരിക, നമ്മുടെ ഓർഗനെ സപ്പോർട്ട് ചെയ്യാത്ത, നമ്മുടെ ഓർഗനെ ഡാമേജ് ചെയ്യുന്ന സ്പോർട്സ് ഐറ്റംസ് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യരുതെന്ന് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുക. കോണ്ടാക്ട് സ്പോർട്സ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്പോർട്സ് എന്തെങ്കിലും ഓർഗൻസ് ക്ലാഷസോ ട്രോമയോ എന്തെങ്കിലും ഉണ്ടാകുന്ന ഇവന്റ്സ് എല്ലാം തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇനി തിരിച്ച് മൗണ്ടനൊക്കെ കയറാം അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തിരിച്ച് നോർമൽ ഇതിലേക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും പോകാൻ പറ്റുമോ? ഇല്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരാള്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് തിരിച്ച് പോകാൻ പറ്റും. റെഗുലർ ആയിട്ട് ടൈലേർഡ് ആയിട്ടുള്ള എയറോബിക് ട്രെയിനിങ്ങും ന്യൂട്രീഷനും മാനേജ് ചെയ്യും. അത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണം. ഇപ്പൊ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണിച്ചേട്ടന് ചിലപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മത്തായിച്ചേട്ടന് ചിലപ്പോൾ ആ സമയത്ത് സാധിച്ചെന്ന് വരില്ല.
അതേപോലെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് നമുക്ക് ടൈലേർഡ് പ്രോഗ്രാം വേണ്ടി വന്നേക്കാം. സെൻറ്റൻസ് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞത്. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും, ഇൻഡിവിജ്വലായിട്ട് ടൈലർ ചെയ്യേണ്ടി വന്നേക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ഇൻഡിവിജ്വലായിട്ട് നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് ഈ പറയുന്ന മൗണ്ടൈൻ ട്രെക്കിങ്ങോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. ഇനി നിങ്ങൾ ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല, ട്രാൻസ്പ്ലാന്റ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. വേൾഡ് ട്രാൻസ്പ്ലാന്റ് ഗെയിം ഫെഡറേഷൻ എന്നും പറഞ്ഞ് WTGF ഫൗണ്ടേഷൻ ഉണ്ട്. ഒരു 20 വർഷത്തോളമായിട്ട് അവര് കണ്ടിന്യൂസ് ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒക്കെ ഉണ്ട്. ഇതേപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ എൻകറേജ് ചെയ്ത് പോകുന്നുണ്ട്. ബേസിക്കലി നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് ആണ് അവര് റേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഗൻ ഡൊണേഷന്റെ ഇമ്പോർട്ടൻസും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വേൾഡ് ട്രാൻസ്പ്ലാന്റ് ഗെയിം ഫെഡറേഷൻ. ബേസിക്കലി നമ്മുടെ ഒരു സെക്ഷൻ കൊണ്ട് നമ്മളൊരു ICU ഫേസസ്, ഹോം ഡിസ്ചാർജ് ഫേസസ്, നോർമൽ ലൈഫ് എന്നുള്ള പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു. കൂടുതലായിട്ടും സ്ഥിരമായിട്ടും ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞ ശേഷം വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ നിങ്ങൾക്ക് ഉണ്ടാവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഹൗ സൂൺ ഐ ക്യാൻ ഗോ ബാക്ക് ടു മൈ വർക്ക്? എങ്ങനെയാണ് എനിക്ക് എത്ര പെട്ടെന്ന് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക്, നോർമൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ വർക്കിലേക്കൊക്കെ തിരിച്ചു പോകാം? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 3 മാസത്തിന് ശേഷം തിരിച്ച് നമ്മുടെ വർക്കിലേക്കൊക്കെ തിരിച്ചു പോകാം. ഗോയിങ് ബാക്ക് ടു വർക്ക് നമ്മൾ എത്ര പെട്ടെന്നാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും, എന്ത് ജോലിയാണ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ഒരു ഫാക്ടറാണ് ഗ്രാജുവൽ നമ്മൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, വർക്ക് പ്രഷർ, വർക്ക് ലോഡ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വീക്ക്ലി ത്രൈസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് പറയും, പിന്നെ ആഫ്റ്റർനൂൺ പറയും. അങ്ങനെ ഗ്രാജുവലി അതും കൂട്ടാൻ പറയുള്ളൂ. വാട്ട് ക്യാൻ യു നോട്ട് ഡു ആഫ്റ്റർ ലിവർ ട്രാൻസ്പ്ലാന്റ്? സ്റ്റേർണസ് ആക്ടിവിറ്റീസ്. 3 മാസത്തേക്ക് സ്റ്റേർണസ് ആക്ടിവിറ്റീസ്, ഹെവി ലിഫ്റ്റിംഗ് ആണ് നമ്മൾ യൂഷ്വലി 3 മാസത്തേക്ക് നമ്മൾ ഹെവി ലിഫ്റ്റിങ്ങും സ്റ്റേർണസ് ആക്ടിവിറ്റിയും റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നോട്ട് ടു ഡ്രിങ്ക് ആൽക്കഹോൾ ഓർ സ്മോക്കിംഗ് ഫോളോയിങ് ആഫ്റ്റർ ലിവർ ട്രാൻസ്പ്ലാന്റ്. ലിവർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ കൺട്രോൾ, റെഗുലർ ആയിട്ട് ആൽക്കഹോളും സ്മോക്കിങ്ങും കംപ്ലീറ്റ്ലി തന്നെ അവോയ്ഡ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യാറ്. ഇനി എനിക്ക് നന്നായിട്ട് ഓടാൻ പറ്റുമോ, അല്ലെങ്കിൽ തിരിച്ച് ഓട്ടത്തിലേക്കൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും പോവാം. 6 വീക്സ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി റിക്കവർ ആവാം. ജെന്റൽ എക്സസൈസസ്, വാക്കിംഗ്, ടൈലേർഡ് ആയിട്ടുള്ള എയറോബിക് ട്രെയിനിങ് പ്രോഗ്രസ് ചെയ്ത് നമുക്ക് സ്പോർട്സിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? മസിൽ ഫംഗ്ഷൻ ഡെഫിനറ്റ്ലി ട്രാൻസ്പ്ലാന്റിന് ശേഷം മസിൽ ഫംഗ്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യും. നമ്മുടെ ഓക്സിജന്റെ അപ്ടേക്ക്, അല്ലെ ഓക്സിജൻ എടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻസ് ഇത് നമുക്ക് കൂടും. അപ്പൊ ഗ്രേഡഡ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് നമുക്ക് മസിൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് ഒന്ന് കൂടുതലും നിങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യം, ഹെർണിയാസ് ഒക്കെ കോമൺ ആണ് ആഫ്റ്റർ ലിവർ ട്രാൻസ്പ്ലാന്റ്, കോമൺ ആണോ? 4 to 20% ഓഫ് പോപ്പുലേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞുള്ള ഒരു 4 to 20% ഓഫ് പോപ്പുലേഷനിൽ ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. നമ്മുടെ വൂണ്ട് സൈറ്റിൽ ഉണ്ടാവുന്ന ഇൻസിഷണൽ ഹെർണിയ, അബ്ഡോമിനൽ മസിൽസിന്റെ വീക്ക്നെസ് കാരണം ഉണ്ടാകുന്ന ഇൻസിഷണൽ ഹെർണിയ കോമൺ ആണ്. അത് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പോസ്റ്റ് സർജിക്കൽ ടൈമിലുള്ള കെയർ തന്നെയാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പോസ്റ്റ് സർജിക്കൽ ഫേസ്, ICU ഫേസസിലുള്ള ഡീപ് ബ്രീത്തിങ് എക്സസൈസസും അബ്ഡോമിനൽ, മിനിമൽ അബ്ഡോമിനൽ സ്ട്രെങ്തനിങ് പോകുന്ന ആ ഫേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സർഷൻസ് അവോയ്ഡ് ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള ലിഫ്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാം. നമുക്ക് ഒരുപാട് സ്ട്രെയിൻ വരാത്ത രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ലിഫ്റ്റിംഗ് ടെക്നിക്സ്. കോഫ് ചെയ്യുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ, ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന കോഫ് ചെയ്യുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ നമ്മൾ മുമ്പ് കാണിച്ചിരുന്ന പില്ലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കോഫിങ് ആൻഡ് സ്നീസിങ് ടെക്നിക്സ് യൂസ് ചെയ്യും. ഒരുപാട് സ്ട്രെയിൻ നമ്മുടെ ഓർഗൻ, നമ്മുടെ ഇൻജേർഡ് ആയിട്ടുള്ള ആ ഇൻസിഷണൽ സൈറ്റിലേക്ക് സ്ട്രെയിൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ കോഫ് ചെയ്യുകയോ സ്നീസ് ചെയ്യുകയോ ചെയ്യാം. ഇനി ഓവർ വെയിറ്റ് ആണ്, ഒബീസ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക തന്നെ ചെയ്യണം. സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ ക്വിറ്റ് ചെയ്യുക, ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ഇൻസിഷണൽ ഹെർണിയ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പ്രോപ്പർ ആയിട്ടുള്ള ആ ഇമ്മീഡിയറ്റ് ഫേസസിൽ, സർജറി കഴിഞ്ഞുള്ള ഇമ്മീഡിയറ്റ് ഫേസസിൽ നമ്മുടെ കെയർ തന്നെയാണ് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഹൗ ലോങ് ആഫ്റ്റർ ലിവർ ട്രാൻസ്പ്ലാന്റ്? ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ പബ്ലിക് പൂൾസിൽ, സ്വിമ്മിംഗ് പൂൾസിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയയിൽ ഇൻഫെക്ഷൻസ് വരുന്നുള്ള സാധ്യതയിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നു. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 മാസമെങ്കിലും നമ്മൾ പ്രിവെന്റ് ചെയ്യുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലും കൂടെ ഡിപ്പെൻഡ്, നമ്മൾ ടാർക്കോളിമസ് വാല്യൂ ഒക്കെ നോക്കി
ടാർക്ക് വാല്യൂ, കോർട്ടിക്കോസ്റ്റോയിഡ്സ്, ഇമ്മ്യൂണോസപ്രസൻസിന്റെ ഡോസും കൂടി ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ഇതേപോലെയുള്ള പബ്ലിക് ടൂൾസിലേക്കും ഇതിലേക്കൊക്കെ എൻഗേജ്ഡ് ആവാൻ. ഇനി ഗാർഡനിങ് ചെയ്യാൻ പറ്റുമോ? പറ്റും, പക്ഷെ ഫ്രീക്വന്റഡ് ആയിട്ട് നമ്മൾ വാഷ് ചെയ്യണം. ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യണം. ഡയറക്റ്റ് കോണ്ടാക്ട്, പെറ്റ്സ് അതെല്ലാം തന്നെ നമ്മൾ ഒരു ഗ്ലൗ ഉപയോഗിച്ചേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബേബി ഡൈപ്പേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ഇൻഫെക്ഷൻ ആസ്പെക്ട് പ്രിവെന്റ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് എൻഗേജ്ഡ് ആവാം. ഹൗ മച്ച് പെയിൻ ഈസ് ടിപ്പിക്കൽ ആഫ്റ്റർ സർജറി? അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അപ്പോഴും ഞാൻ പറഞ്ഞു, പല പേഴ്സൺ ടു പേഴ്സൺ അത് വേരി ചെയ്യും. ദർ ഈസ് പെയിൻ ആഫ്റ്റർ ലിവർ ട്രാൻസ്പ്ലാന്റ് ബട്ട് നോട്ട് സിവിയർ ആസ് ഒരു അബ്ഡോമിനൽ സർജറി. അത്രയും പെയിൻ ഒന്നും ഇല്ല ആക്ച്വലി ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ്. പെയിൻ ഉണ്ട്, പെയിൻ നോർമൽ പെയിൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ബൈ എക്സസൈസസ് നമുക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഐസിലൊക്കെ ആണെങ്കിലും ക്ഷീണം, വേദനയെക്കാട്ടും കൂടുതൽ നമുക്ക് ക്ഷീണമായിരിക്കും, ഫറ്റീഗ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റ് ചെയ്തുള്ള എക്സസൈസസ് ചെയ്യുമ്പോൾ പെയിന്റ് ഇന്റൻസിറ്റി കുറവായിരിക്കും. പിന്നെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ട് ഇരുത്താനോ ഒന്നും സമ്മതിക്കില്ല. ഗ്രാജുവൽ ആയിട്ട് മൊബിലൈസ് ചെയ്യുകയോ മൂവ്മെന്റ്സ് കൊടുക്കുകയും നന്നായിട്ട് നടത്തി സ്റ്റേബിൾ ആയതിനു ശേഷം ഇവൺ ഐസിയു തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറ്. അപ്പൊ പെയിൻ എന്ന ഫാക്ടർ അങ്ങനെ നമ്മൾ മൊബിലിറ്റി ഇൻമൊബിലൈസ് ആവുകയാണെങ്കിൽ നടക്കാതിരിക്കുമ്പോഴാണ് ഈ പെയിൻ എന്ന ഫാക്ടർ ഒരുപാട് കൂടുക. ഇനി പോസ്റ്റ് സർജിക്കൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞുള്ള ഒരു കൂടുതലും നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് മുമ്പ് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ കോമൺ ആയിട്ട് വരുന്നതാണ് ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ വരാറുണ്ട്. അത് ബേസിക്കലി പോസ്റ്റ് സർജറി കേസിൽ നമ്മൾ ആ ഓപ്പറേഷന്റെ സമയത്ത് ഒരു ലെങ്തി ഓപ്പറേഷൻസ് അല്ലേ നമുക്ക് പോകുന്നത്. ആ ലെങ്തി ഓപ്പറേഷന്റെ സമയത്ത് നമ്മുടെ മസിൽസ് എല്ലാം ടൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ അല്ലെങ്കിൽ പെയിൻ ഇഷ്യൂസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. പ്രോപ്പർ ആയിട്ടുള്ള റീഹാബും പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെങ്തനിങ് കൊണ്ട് നമുക്ക് ഈ പെയിൻ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബേസിക്കലി ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈലേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ഈവൻ ബിഫോർ തന്നെ സർജറിക്ക് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ള ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മസിൽ മാസ്, ബോൺ ലോസ്, കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ, ഹാർട്ടിന്റെ സ്റ്റാറ്റസ് ഇതെല്ലാം തന്നെ നമുക്ക് ക്ഷീണം എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം തന്നെ നമ്മുടെ എക്സസൈസിന്റെ ഒക്കെ ഉദ്ദേശം സ്ട്രെങ്ത് നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരിക, ലങ്സിന്റെയും ഹാർട്ടിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ, എക്സസീവ് വെയിറ്റ് കൺട്രോൾ ചെയ്യുക, പോസ്റ്റർ ഇത് ചെയ്യുക, ഡിപ്രഷൻ, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ആൻസൈറ്റി ഇതെല്ലാം തന്നെ കുറയ്ക്കുക, ഒരു പോസിറ്റീവ് ഇഫക്റ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ റിക്കവറിയെ സ്പീഡാക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ഇത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വെർബൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യുന്നു സാർ. എൻ്റെ പേര് ഫാദർ ലിജു താമനക്കുടിയാണ്. എൻ്റെ 5 വർഷമായി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. എൻ്റെ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ന്യൂറോപ്പതി പ്രശ്നം വന്നു. അതിനുശേഷം ഫിസിയോതെറാപ്പിയും അതേപോലെ ഇലക്ട്രോതെറാപ്പിയും ചെയ്തത് റിക്കവറി ആയി. എന്നാൽ ഇപ്പം ഈ നാടുകളിലൊക്കെ ഞാൻ വളരെ ദൂരം വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളാണ്. അന്നേരം കാൽ മസിൽസിന് രാത്രിയാകുമ്പം ഭയങ്കര പെയിൻ, പെട്ടെന്ന് അങ്ങ് വേദന ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒത്തിരി ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ മസിലിന് വേദന ഫീൽ ചെയ്യുന്നുണ്ട്. അന്നേരം എന്ത് ടെസ്റ്റുകൾ ഇനി നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ആരെ കാണണം എന്നുള്ളതിനെ പറ്റിയാണ് എന്റെ. സാർ, ആ ന്യൂറോപ്പതിക് ഇഷ്യൂ എന്താണെന്നും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യാമോ സാർ? എന്താ സാറിന് അത് കഴിഞ്ഞ് വന്നിരുന്നത്? മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ 1-2 ടെസ്റ്റ് ചെയ്തായിരുന്നു. ആ ടെസ്റ്റ് പെട്ടെന്ന് ഓർക്കുന്നില്ല. ഈ കണ്ടക്ഷൻ സ്റ്റഡി ഒക്കെ ആണോ സാർ? കണ്ടക്ഷൻ സ്റ്റഡി. നെർവ്സിനൊന്നും ഒരു ഡാമേജും ഇല്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷെ അതൊരു 3 മാസം ആയപ്പോഴത്തേന് സ്ലോലി റിക്കവറി ആയി, കുഴപ്പമില്ല. പക്ഷെ ഈ റീസെന്റ് ആണ് നമുക്ക് രാത്രി ഉറക്കത്തിൽ തന്നെ മസിൽ കയറുന്ന ഒരു വിഷയം. അന്നേരം പെട്ടെന്നൊരു പെയിൻ ആണ്. അത് ചാടി എഴുന്നേറ്റ് നടക്കാൻ പോലും ഒക്കാത്ത ഒരു പെയിൻ ആയിരിക്കും. അത് ഇനിയൊരു സ്റ്റഡി, ഏത് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് കാണേണ്ടത്? ഡെഫിനറ്റ്ലി സാർ, നല്ലൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ ബേസിക് ഈ പെയിൻ എന്ന ഫാക്ടർ എന്തുകൊണ്ടാണ് വരുന്നത്, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എന്ത് ഇഷ്യൂ കൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം പെയിൻ മാറ്റുന്ന മെത്തേഡ്സുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണത്.
എപ്പോഴും പെയിൻ ഒന്നുമില്ല, അങ്ങനെ അപൂർവം ചില സമയങ്ങളാണ്. ഈ പെയിൻ ഒരു ലോക്കലൈസ് പെയിൻ ആണോ അതോ കാലിലേക്ക് സ്പ്രെഡ് ആയി വരുന്നു? അല്ല, പെട്ടെന്ന് സഡൻലി മസിൽസ് അങ്ങ് പിടിക്കുന്നത് പോലെ തോന്നുന്നു. മസിൽ ക്രാം പോലെയാണോ തോന്നുന്നത്? ക്രാം പോലെ. തൈറോയിഡിന്റെ ഇഷ്യൂസ് സാറിനില്ലല്ലോ അല്ലെ? തൈറോയിഡ്. ഹലോ, കേൾക്കുന്നു. തൈറോയിഡ് ഒന്നുമില്ല. തൈറോയിഡും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കിടക്കുന്ന ഒരു ബാക്കിൽ ഒറ്റ പോയിന്റിലാണോ പെയിൻ? കാലിന്റെ മസിൽസ്, താഴത്തെ മസിലാണ് കാലിന്റെ. ഹാംസ്ട്രിങ് ആണോ കാഫ് ആണോ സാർ? അതായത് മുട്ടിന് താഴെയാണോ മുട്ടിന് മുകളിലാണോ? മുട്ടിന് താഴെ. സാറ് കിടക്കുന്നത് വളരെ കട്ടിയുള്ള ബെഡിലാണോ കിടക്കുന്നത്? സോഫ്റ്റ് ബെഡ് ആണോ? സോഫ്റ്റ് അല്ല. സാറിന്റെ ഈ ബാക്ക് പെയിനും ഈ ഡ്രൈവിംഗും തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ വരുന്നുണ്ടോ? സാർ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ബാക്ക് പെയിൻ ഉണ്ടാകും? ബാക്ക് പെയിൻ അല്ല, ഈ മസിൽസിനെ ഉള്ളൂ. കാലിന്റെ ഈ മുട്ടിന് താഴെ ഉള്ളതായ ഈ പെയിൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്ക് പെയിൻ. അങ്ങനെയാണെങ്കിലേ സാർ ഒരു ഡയബറ്റീസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? സാറിന് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റിക്. സാർ ഒരു കാര്യം ചെയ്യൂ, കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ഭാഗത്ത് ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞ പോലെ കിടക്കുന്നതിന് മുമ്പ് കാലിന്റെ ബാക്ക് ആസ്പെക്റ്റിലെ മസിൽ പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ആക്റ്റീവായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കാഫല്ലേ സാറിന് പെയിൻ പറയുന്നത്? മുട്ടിന് താഴെയല്ലേ പെയിൻ പറയുന്നത്? മുട്ടിന് താഴെയാണെങ്കിൽ സാറിന് പതുക്കെ ഒന്ന് കാലിങ്ങനെ നിവർത്തി വെച്ചിട്ടേ കാലിന്റെ മുകൾ ഭാഗം ബാക്കിലേക്ക് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ആ കാഫ് ഒന്ന് പതുക്കെ സ്ട്രെച്ച് ആവും. അപ്പൊ അങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് സാർ ഒന്ന് കിടന്നു നോക്കൂ. എന്നിട്ടും പെയിൻ കുറയുന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഓർത്തോപീഡിഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിന്റെയോ കൺസൾട്ടേഷൻ സാർ എടുക്കാവുന്നതാണ്. പിന്നെ സാർ കുളിക്കുന്ന സമയത്തെ സാർ കേൾക്കുന്നുണ്ടോ? കുളിക്കുന്ന സമയത്ത് ഹോട്ട് വാട്ടർ ഫെർമെന്റേഷൻ ചെയ്യും. തുണി മുക്കിയിട്ട് മസിൽ ഉണ്ടല്ലോ, നമ്മൾ കിടക്കുന്ന മുമ്പ് കുളിക്കില്ലേ സാർ? ആ സമയത്ത് ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് ആ മസിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കും. ആ മസിൽ ഒന്ന് അല്പം ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ഈ 2 റെമഡിയിൽ ആ മസിലിന്റെ എന്തെങ്കിലും ഇതാണെങ്കിൽ പെയിൻ ആണെങ്കിൽ, ഒരു മെക്കാനിക്കൽ പെയിൻ ആണെങ്കിൽ മാറിക്കിട്ടും. ഈ ഫാൻ അടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതൊന്നും അത്ര ഇതായിട്ട് കാര്യമാക്കണ്ട സാർ. ഈ ഡയബറ്റീസിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാൽസ്യം ഇഷ്യൂ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ സാറിന് മസിൽ പെയിനേക്കാൾ കൂടുതൽ മസിൽ ക്രാമ്പ് ആണല്ലോ. സ്ട്രെച്ച് അത് ആ വരുന്ന സമയത്ത് സാറിന് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ, ആരോടെങ്കിലും ഹെൽപ്പ് എടുത്തിട്ടേ. ഇത് എനിക്കും പലപ്പോഴും ഉണ്ടായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞപ്പോ അതിന് ന്യൂറോബയോൺ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂറോബയോൺ എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് കുറച്ച് നാൾ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എനിക്കത് വളരെ കുറവുണ്ടാകും കാര്യം. എനിക്കൊരിടയ്ക്ക് ഭയങ്കര കൂടുതലായിരുന്നു. രാത്രി കിടന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ മാതിരി പ്രത്യേകിച്ച് കാറ്റടിക്കുക അല്ലെങ്കിൽ തണുപ്പ് നമ്മുടെ പുതപ്പൊക്കെ മാറിപ്പോയി കഴിയുമ്പോൾ കാല് ഓപ്പൺ ആണെങ്കിൽ ഈ പ്രശ്നം ഭയങ്കരമായിട്ട് വരും. അപ്പൊ ന്യൂറോബയോൺ തന്നിട്ട് എനിക്ക് വളരെ വ്യത്യാസം ഉണ്ട്. അത് ഇപ്പോഴും വല്ലപ്പോഴും ഒന്നും വരും എന്നുള്ളതല്ലാതെ എനിക്കും വല്ലപ്പോഴേ ഉള്ളൂ. ഒരു മാസം ഒരു 3-4 പ്രാവശ്യം അങ്ങനെ വരും. പിന്നെ എനിക്ക് ഒരിടയ്ക്ക് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ന്യൂറോബയോൺ വീണ്ടും ഞാൻ കണ്ടിരുന്നു. തുടക്കത്തിൽ നമുക്ക് തന്നുകൊണ്ടിരുന്നിരുന്നാണ് ന്യൂറോബയോൺ ഒക്കെ. നമുക്ക് ആ സർജറി കഴിയുന്ന സമയത്ത് തന്നുകൊണ്ടിരുന്നിരുന്നു. അതിനുശേഷം പിന്നീട് അത് നിർത്തിയേക്കായിരുന്നു. ഇപ്പൊ വീണ്ടും ഞാൻ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്, ന്യൂറോബയോൺ കഴിക്കുന്നുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ട്. കാല് സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞതേ, കിടക്കുന്നതിന് മുമ്പ് കാല് സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞത് എന്താ ഉദ്ദേശിച്ചത്? കാല് നമ്മൾ ഏതെങ്കിലും ഒരു കസേരയിൽ ഇരുന്നിട്ട് മറ്റൊരു കസേരയിലേക്ക് കാല് പൊക്കി വെച്ചിട്ട് അത്രയ്ക്കൊന്നും സ്ട്രെസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നില്ല ഫാദർ. അത്രയ്ക്കൊന്നും സ്ട്രെസ്ഫുൾ ആയിട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ഒരു തുണിയിട്ട് വിരലിന്റെ ഭാഗത്ത് വെച്ചിട്ട് പതുക്കെ ബാക്കിലേക്ക് മടക്കി കൊടുത്താൽ കാല് പൊക്കി വെക്കുന്നതുകൊണ്ട് കാല് നമ്മൾ മുട്ടിന്റെ താഴേക്കുള്ള ഭാഗം പൊക്കി ഒരു പില്ലർ വെച്ച് തലയണ വെച്ച് പൊക്കി വെക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാവും. എങ്ങനെ? അത് സ്ട്രെച്ച് ചെയ്യുന്നതിന് വേണ്ടി കിടക്കുന്ന സെയിം പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമ്മൾ ഹാഫ് ലൈൻ പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മുടെ പുതപ്പ് തന്നെ ഇട്ടിട്ട് കാലിന്റെ ആ വിരലിന്റെ ഭാഗത്തുനിന്ന് ഇട്ടിട്ട് ബാക്കിലേക്ക് പതുക്കെ പുള്ളി ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കാഫ് പതുക്കെ സ്ട്രെച്ച് ആവുന്നു തോന്നും. അതൊന്നും പറ്റില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ വിരലില് ഉപ്പുറ്റി താഴെ കാണാൻ പറ്റുന്നില്ല എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ടേ കാല് മുന്നോട്ട് വെച്ചിട്ട് ആ ക്യാമറ ഒന്ന് കാലിലേക്ക് കാണിക്കാമോ? ക്യാമറ ഒന്ന് കാലിലേക്ക്, കാൽഭാഗത്ത് ക്യാമറ ഇതേപോലെ ചെയ്താൽ മതി. കാണുന്നുണ്ടോ? മുകളിലേക്ക് മുന്നോട്ട് നീട്ടി വെച്ചിട്ട് കാലിന്റെ പാദം മാത്രം മുകളിലേക്ക് 7 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ.
ഓക്കെ. ഡിഗ്രി ചെയ്യണം. അതിന് ഒരു 7 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. രണ്ടുപേരും ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സർ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ ഹെർണിയയുടെ ഇപ്പം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞാൻ ചെറുതായിട്ട് എനിക്ക് ഹെർണിയ ഡൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കൈവച്ചൊക്കെ ഫീൽ ചെയ്യുമ്പോൾ, നമുക്ക് ചുമയ്ക്കുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു സബ്സ്റ്റൻസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു സ്റ്റേജില് നമുക്ക് ഇപ്പൊ പ്രാണായാമം, ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാമോ? ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ആര് ചോദിച്ചതാണ്? സർ, ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹെർണിയ ഉണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ അബ്ഡോമിനൽ എക്സസൈസുകൾ മാത്രം തൽക്കാലം ഒന്ന് പ്രിക്കോഷൻസ് എടുത്താൽ മതി. അല്ല, ഞാൻ ഇന്ന് ശ്വസിച്ചു നോക്കുമ്പോഴേ നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മൾ ബ്രത്ത് നമ്മളങ്ങ് എടുക്കുമ്പോഴും വിടുമ്പോഴും നമ്മുടെ അബ്ഡോമൻ ഭയങ്കരമായിട്ട് വികസിക്കുകയും, അതായത് അവിടെ ആക്ടിവിറ്റി, ആ മസിലിന് നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഹെർണിയ. ഡയഫ്രമാറ്റിക് ആണോ ചോദിച്ചത്? ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് ആണോ സർ ചെയ്യുന്നത്? നമ്മുടെ റെസ്പിറേഷനെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പൽ മസില് ഈ അബ്ഡോമിനന്റെ ഇവിടെയുള്ള മസിലാണ് നമ്മൾ റെസ്പിറേഷന് കൂടുതൽ സഹായിക്കുന്നത്. അതെ. അപ്പൊ ഈ ഡയഫ്രമാറ്റിക് എക്സസൈസ് ആണോ സാർ ചെയ്തിരുന്നത്? നമ്മളിപ്പോ നല്ല രീതിയിലുള്ള ഒരു ബ്രീതിങ് എക്സസൈസ് യോഗയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു 1 2 3 4 സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ ഫേസസ് ഇപ്പൊ ഹെർണിയ തോന്നുന്ന എല്ലാ ഇനീഷ്യൽ ഫേസസിൽ ഡയഫ്രമാറ്റിക് എക്സസൈസ് ചെയ്ത് അബ്ഡോമിനൽ സ്ട്രെങ്തൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതേപോലെ പ്രൊട്രൂഡ് ആകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഡീപ് ബ്രീത്തിങ്ങിന് പകരം പേഴ്സ്ഡ് ലിപ് ബ്രീത്തിങ്, PURSED, പേഴ്സ്ഡ് ലിപ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റി നോക്കിയാൽ കിട്ടും. ശ്വാസം നീട്ടിയെടുത്തിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഊർജി വിടുക. എങ്ങനെ ഒന്നോടെ കാണിക്കാം? ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പേഴ്സ് ചെയ്ത് നമ്മുടെ ലിപ്സ് പേഴ്സ് ചെയ്യുന്ന രീതിയിൽ ഊതി വിടുക. അതിൽ കൂടുതലും പുറത്തേക്ക് വിടുന്ന ഫേസ് അല്ലെങ്കിൽ പുറത്തേക്ക് ശ്വാസം വിടുന്ന ഫേസിന്റെ എമൗണ്ട് ടൈം കൂട്ടുക. ശ്വാസം നീട്ടി എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ 1 to 10 ആണെങ്കിൽ 1 to 4 വരെ, കൗണ്ട് 1 to 4 വരെ നമ്മൾ നീട്ടി ശ്വാസം എടുക്കുക അകത്തേക്ക്. ആൻഡ് ഈ അകത്തെടുക്കുന്ന ശ്വാസത്തിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് എന്ന് വെച്ചാൽ കൂടുതൽ ടൈം പുറത്തേക്ക് ഊതി വിടുക. അതും ഒരു പേഴ്സ് ലിപ്പ് പോലെ ഊതി വിടുക. ഈ ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഒരു ബ്രെത്ത് എടുക്കുമ്പോൾ നോക്കിയോ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സൗണ്ടോട് കൂടി എടുക്കണത്. അപ്പൊ നമ്മുടെ അബ്ഡോമൻ വികസിച്ചു ഓൾറെഡി. ഓക്കെ, ഫൈൻ. പിന്നെ നമ്മളത് വിടുമ്പോഴും സാർ ഇപ്പൊ കൂടുതലും സാറ് ചെയ്തത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞുള്ള എമൗണ്ടാ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ നമ്മുടെ ഡയഫ്രം ഇൻവോൾവ് ചെയ്യുന്ന ബ്രീത്തിങ് എക്സസൈസ് സാർ ഇപ്പൊ ചെയ്തത്. അതിന് പകരമായി ഞാൻ പറഞ്ഞു ഡീപ്പായിട്ട് നമ്മൾ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുന്ന ഫീസ് കുറവായിരിക്കണം, ശ്വാസം പുറത്തേക്ക് വിടുന്ന ഫീസ് കൂടുതലും ആയിരിക്കണം. അതും പുറത്തേക്ക് വിടുന്ന സ്ലിപ്പ് ചെയ്ത് വിടുക. ഓക്കെ, മനസ്സിലായി. അതുപോലെ നമ്മൾ ഈ ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അബ്ഡോമൻ ബെൽറ്റ്. ഒരു സെക്കൻഡ്, ഇത് തന്നെ സർ ഗൂഗിളിൽ ഒരു PURSED പേഴ്സ്ഡ് ലിപ് ബ്രീത്തിങ് അതൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ഒന്ന് പറയൂ സാർ. PURSED. SEB, B for Bombay. PURSED. അപ്പൊ ഈ നമ്മൾ ഈ എക്സസൈസ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ബെൽറ്റ്, അബ്ഡോമിനൽ ബൈൻഡർ, ഒരു ബെൽറ്റ് കെട്ടിക്കൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അബ്ഡോമിനൽ ബെൽറ്റ് അല്ല, എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് കുഴപ്പം. എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമാണോ സാർ യൂസ് ചെയ്യുന്നത്, അതോ പ്രൊലോങ്ഡ് യൂസേജ് ഉണ്ടോ? പ്രൊലോങ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ നടക്കാൻ പോകുമ്പോൾ പർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ കണക്കാക്കിയിട്ടാണല്ലോ. റെസ്റ്റ് ടൈമിലൊന്നും നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ. സാർ ഇപ്പൊ പറഞ്ഞ പോലെ നടക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ സാർ അത് വെയർ ചെയ്യുന്നത്. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ മോറോവർ ഒരു ലിമിറ്റഡ് ഒരു സപ്പോർട്ട് കൂടി നമ്മുടെ ബോഡിക്ക് തരും. നമ്മളത് മൊത്തം നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് അതിലേക്ക് പോകാതിരിക്കുക, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം അടുത്തുള്ളവർക്ക്.
സാർ കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം. ഹലോ സാറ് ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി. അസംബ്ലിച്ചിട്ടാണ് ചെയ്തത്. അന്ന് എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ രബിൻ സാറായിരുന്നു അന്ന് വന്നിരുന്നത്. എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പാൻഗ്രാഫ് 0.75 മാത്രമേ കഴിക്കുന്നുള്ളൂ. ഓക്കെ. ഇപ്പൊ എനിക്ക് ഹെർണിയയുടെ പ്രശ്നം ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് വന്നു. അത് കുറച്ച് ബൾജ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാനത് സർജറി ചെയ്തു. സർജറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ആവുന്നു. കഴിഞ്ഞ മാസമാണ് ഞാൻ ചെയ്തത്. ഹെർണിയ ചെയ്തതിന് ശേഷം അല്ലേ? എന്തോ ഹെർണിയ ചെയ്തതിന് ശേഷമാണോ 1 മാസം? അതെ അതെ. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഓക്കെ. ആയിരുന്നു നമ്മുടെ പൊക്കിളുടെ റൈറ്റ് സൈഡിലേക്കുള്ള സ്കാറിലാണ് വന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു മാസമായി. ഇപ്പൊ എനിക്കിനിപ്പോ അത്യാവശ്യം ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റും സാർ. ഇപ്പൊ ആ മെഷ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് എനിക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ട്. ഇപ്പൊ ഒരു ചെറിയ വേദന ഉണ്ട്. നമ്മൾ അങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുമ്പോഴും എണീക്കുമ്പോഴൊക്കെ ചെറിയ വേദന മെഷിട്ട ഭാഗത്ത്. ലാസ്റ്റ് എന്നാണ് താങ്കൾ ഇവിടെ ഡോക്ടറെ കണ്ടതെന്നാണ്? ഞാനിപ്പോ ഡോക്ടറെ കണ്ടിട്ട് സുധീർ സാറിനെ കണ്ടിട്ട് കഴിഞ്ഞ 7-ാം തീയതിയാണ് ഞാൻ കണ്ടത്. അവരുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആണോ? അവരുടെ ഭാഗത്ത് ഡ്രൈവിംഗ് അഡ്വൈസ്ഡ് ആണോ? സാർ 1 മാസം കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്. 1 മാസം കഴിഞ്ഞാൽ ഓടിച്ചോ എന്നാ പറഞ്ഞു എന്നോട്. അപ്പൊ അങ്ങനെയാണെങ്കിലും സാർ കണ്ടിന്യൂസ് ഡ്രൈവിങ്ങിന് പോകരുത്. ഇത് ആദ്യമേ നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇതൊരു ബ്രേക്ക് ആയിട്ടൊരു ഷോർട്ട് ഡ്രൈവിംഗ് ആണ് നമ്മൾ ആദ്യം പറയുക. പക്ഷെ ഈ വേദന ഉണ്ടാവും 1 മാസമൊക്കെ 1.5-2 മാസമൊക്കെ. പെയിൻ ഒരു ഫാക്ടർ ആണ്. നമുക്കൊരു മെഷ് ഇട്ട് നമ്മൾ സപ്രസ് ചെയ്യുക ചെയ്യണം. മെഷ് ഇട്ട സ്ഥലത്ത് നമുക്കൊരു എന്തൊരു വെയിറ്റ് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഡ്രൈവിംഗ് തുടങ്ങിയോ? എന്താ സാർ ക്ലിയർ അല്ല? ചെറിയ പെയിൻ ഉണ്ട് നമുക്ക് മെഷ് ഇട്ട ഭാഗത്ത്. സാർ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ഓടിച്ചിട്ടില്ല ഇതുവരെ. 1 മാസം കറക്റ്റ് ആവുന്നു ഇപ്പോ. ഓക്കെ സാർ, 4 വീലർ ഡ്രൈവിംഗ് ആണോ ചോദിക്കുന്നത് അതോ 2 വീലർ ആണോ? 2 വീലർ അല്ല, കാർ ഓടിക്കാൻ 4 വീലർ ആണ് ചോദിച്ചത്. കാറല്ലേ നമ്മള് നമുക്കിതിൽ ആദ്യമേ ഇതൊന്ന് എന്താ പറയാ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഓടിച്ചു നോക്കുക. ഷോർട്ട് ഡിസ്റ്റൻസ് ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡിസ്കംഫർട്ടും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് വീണ്ടും ലോങ് ഡ്രൈവിംഗിലേക്ക് പോകാതെ സ്ലോ ഇതിലായിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കൂട്ടി വരുത്തുക. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതിലാണ് നമ്മൾ കൂട്ടി വരുത്തേണ്ടത്. പിന്നെ ആ സമയത്ത് വേദനയും കാര്യങ്ങളും എന്തെങ്കിലും കൂടി വരുന്നുണ്ടെങ്കിൽ സഡൻ സ്റ്റോപ്പ് ചെയ്യുകയും മെഡിക്കൽ അറ്റൻഷൻ എടുക്കുകയും ചെയ്യുക. യൂസിന് ചെറിയ വേദന ഉണ്ടാവുമല്ലേ 1.5 മാസമൊക്കെ? ചെറിയ സാർ, ഇതേ ഹൈറ്റ് കുറഞ്ഞ ചെയറിൽ ഇരിക്കാറുണ്ടോ സാർ? അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇരിക്കുമ്പോൾ വേദനകൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇരിക്കുമ്പോൾ വേദന തോന്നുന്നില്ല. നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നില്ല. പിന്നെ ഡ്രൈവ് എങ്കിൽ ഓക്കെ, ആ ഒരു സിറ്റിംഗ് പോസ്റ്റർ ഓക്കെ ആണെങ്കിൽ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഡ്രൈവിംഗിൽ വലിയ പ്രശ്നങ്ങൾ കാണാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്കിത് ബെൽറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കണേ? നമ്മള് സ്ഥിരമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കേണ്ട സാർ. ഇപ്പൊ നേരത്തെ നമ്മുടെ ഒരു സാർ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രം, കുറച്ചു നേരം നടക്കുമ്പോഴോ കുറച്ചു നേരം എക്സസൈസുകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലോ അത് ഇനിഷ്യലി വെയർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അബ്ഡോമിനൽസിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനുള്ള മൈൽഡ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുകയും സാവധാനം നമുക്ക് ഈ അബ്ഡോമിനൽ ബൈൻഡർ മാറ്റുകയും വേണം. ആയിക്കോട്ടെ. ഞാനിപ്പോ ബാക്കി നടക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ എക്സസൈസും ചെയ്യുന്നില്ല. സാധാരണ ഞാനൊരു 1/2 മണിക്കൂർ രാവിലെ ട്രെഡ്മില്ലിൽ ഓടുമായിരുന്നു, വൈകിട്ട് ഒരു 1 മണിക്കൂർ ഷട്ടിൽ കളിക്കുമായിരുന്നു. എക്സസൈസിന് ശേഷം അതൊന്നും ചെയ്തിട്ടില്ല, നടക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് എന്നത്തേക്ക് പതുക്കെ ഷട്ടിലേക്ക് പോകട്ടെ സാർ. ട്രെഡ്മില്ല് വീടിനകത്തുള്ള ട്രെഡ്മില്ല് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ എത്ര നാളായി? സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല സാർ. അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഹൈ ഇന്റൻസിറ്റി അല്ല, ലോ ഇന്റൻസിറ്റി ബ്രിസ്ക് വാക്കിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ ഹലോ പറഞ്ഞോളൂ. കഴിഞ്ഞ റിവ്യൂവിന് പോകുമ്പോ മാത്യു സാർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സുധീർ ഡോക്ടറെയാണ് കണ്ട ആസ്റ്ററിലെ. അപ്പൊ ഞാൻ ബെൽറ്റ് ചോദിക്കാൻ വിട്ടുപോയി. ബെൽറ്റ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് യൂസ് ചെയ്തോളൂ, പക്ഷെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട. നമ്മളൊരു ആക്ടിവിറ്റി എയിം ചെയ്തതാണെങ്കിൽ ആ സമയത്തെല്ലാം യൂസ് ചെയ്തോളൂ. താങ്കളുടെ വീടിന്റെ അകത്തുള്ള ട്രെഡ്മില്ലില് ലോ ഇന്റൻസിറ്റി ബ്രിസ്ക് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആ സമയത്ത് വേണമെങ്കിൽ ബൈൻഡർ ഇട്ടോളൂ, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എല്ലാ ഫോൾ പ്രിവെൻഷൻ മെഷേഴ്സും എടുക്കണം. തനിച്ച് കയറരുത്, ആരെങ്കിലും കൂടെ നിർത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു പേടി. 1 മാസം ആവാറായല്ലോ. അപ്പൊ എന്താണെങ്കിൽ വേദന മെഷ് വരുന്ന ഭാഗത്ത് എന്താണ് വേദന എന്നൊരു സംശയം ഉണ്ടായിരുന്നു, അതാണ് ചോദിച്ചത്. സാധാരണ ഗ്രാജുവലി കുറയേണ്ടതാണ്. ഗിരീഷ്, ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ.
നമ്മൾ ചില ഹോസ്പിറ്റലുകളിൽ അവിടുത്തെ ഡോക്ടേഴ്സ് സർജറി കഴിഞ്ഞ് പോകുമ്പോൾ അവരോട് നിർബന്ധമായിട്ടും ആദ്യത്തെ 3 മാസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ ബെൽറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കാൻ പറയുന്നു. ഓക്കെ. അത് ഈ ഹെർണിയയുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പം ചിലർ അങ്ങനെ പറഞ്ഞു വിടുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അത് എന്താണ് അങ്ങനെ വ്യത്യാസം? നമ്മളിപ്പം ഇവിടെ പറഞ്ഞത് ഇപ്പം ആവശ്യമുള്ളപ്പോൾ മാത്രം ബെൽറ്റ് ധരിക്കാനാണ്. സാർ ഇതിൽ 2-3 ഫാക്ടറുകളുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സർജന്റെ ചോയ്സ് ആണ്. പിന്നെ നമ്മുടെ വയസ്സനുസരിച്ച് മാറ്റം വരാം. അതായത് വയസ്സായ ആളുകൾക്ക് എന്തായാലും മാക്സിമം സപ്പോർട്ട് കിട്ടിയേ തന്നെ പറ്റുള്ളൂ. ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു യങ് ആൾക്കാർ ആണെങ്കിൽ അത്രയധികം ആസ്പെക്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ രണ്ടുമാണ് ഇതിൽ മെയിൻ ആയിട്ട് ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഡോക്ടറിന്റെ അഡ്വൈസ് ഫോളോ ചെയ്യണം, പക്ഷെ പതുക്കെ നമ്മൾ അതിൽ നിന്ന് വിയർ ഓഫ് ചെയ്ത് വരേണ്ട ഒരു ആവശ്യകത ഉണ്ട്. എനിക്ക് ഈ ബെൽറ്റ് കെട്ടുന്ന ആ ഭാഗത്ത് ഈ ഒരു ഇച്ചിങ് അനുഭവപ്പെടുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു ടെക്നിക്ക്, എന്തെങ്കിലും അത് സംഭവിക്കാതിരിക്കാൻ ഒരു പ്രിക്കോഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എടുക്കാവുന്ന നടപടികൾ പറയുമ്പോൾ സാർ ഇച്ചിങ് മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇൻഫെക്ഷൻ, അതായത് ആ ബെൽറ്റിന്റേതായ ഒരു സ്കിന്നും തമ്മിൽ എന്തെങ്കിലും റിയാക്ഷന്റെ ഇഷ്യൂസ് ആണ് നമ്മൾ ക്ലോത്ത് കെട്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റിന്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. സാറിന് അത് ആ മെറ്റീരിയൽ അലർജി ഉണ്ടോ? ഇല്ല, അലർജി ഇല്ല. എങ്കിൽ പിന്നെ നമ്മൾ ആ ഏരിയ ഡ്രൈ ആക്കി വെക്കുക. വെയർ ചെയ്യുന്നതിന് മുമ്പ് അല്പം പൗഡർ ഒക്കെ ഇട്ട് ഡ്രൈ ആക്കി വെക്കുക. അതിലേക്ക് ഈർപ്പം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ ബിറ്റ്വീൻ ഇത് അഴിക്കുന്ന സമയത്ത് ആ ഏരിയ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് അവിടെ കൂടുതൽ ഇൻഫെക്ഷൻ്റെതായ ചുവന്ന നിറങ്ങളോ തടിപ്പോ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, ഞാന് സർജറി കഴിഞ്ഞിട്ട് 3 വർഷമായി. എന്റെ പേര് സറിയ, ഞാൻ ആസ്റ്റിലാണ് ചെയ്തത്. ഇനിയിപ്പോ കഴിഞ്ഞ 2-3 മാസമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ കൈയുടെ വിരല് ഈ ജോയിന്റ്സിൽ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. നടുവിന് വേദന, ശക്തമായ വേദനയുണ്ട്. ഞാൻ ഡോക്ടറെ 1 മാസം മുമ്പ് വന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ ഡെക്സാക്സാൻ നടത്തി. ബോണ്ട് ഉടനെ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കാൻ 0.25 സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഒരു വൈറ്റമിൻ ഡി ടാബ്ലറ്റ് വൺസ് ഇൻ എ വീക്ക് അങ്ങനെ ഒരു 4 months കഴിക്കാൻ പറഞ്ഞു. പക്ഷെ നടുവേദന ഇപ്പോഴും ഉണ്ട്. കൈയുടെ ജോയിൻസിന്റെ വേദന കുറച്ച് കുറവുണ്ട്, പക്ഷെ നടുവേദന ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഫിസിക്കൽ പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ കാലിന്റെ വേദനയുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ശരിക്കും ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇടയ്ക്ക് ഒരു വിലക്കം അവിടെ ഒരു വിലക്കം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ ബോണ്ട് ഡെൻസിറ്റി കുറഞ്ഞതിന്റെ പേരിലാണോ അതെയോ വേറെ എന്തെങ്കിലും? ഒന്ന് നമ്മുടെ വൈറ്റമിൻ ഡി ബോണ്ട് ഡെൻസിറ്റി കുറവുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസം, നോർമൽ മെറ്റബോളിസം ആയിരിക്കില്ല നടക്കുന്നത്. വൈറ്റമിൻ ഡി ഡിസ്ഫങ്ഷൻ ബോഡിയിൽ ഉണ്ടാകും. അപ്പൊ ഈ 2 ഫാക്ടേഴ്സ് ആയിരിക്കും ഈ പെയിനിനെ പൊസസ് ചെയ്ത് നിൽക്കുന്നത്. സാറിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈലേർഡ് ആയിട്ടുള്ള സാറിന് അനുയോജിക്കുന്ന രീതിയിലുള്ള ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് ലോങ് റണ്ണിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു 1 hour മോർണിംഗ് ആൻഡ് ഈവനിങ് ഞാൻ നടക്കുന്നുണ്ട്. 2 മണിക്കൂർ നടക്കുന്നുണ്ട്. നടക്കുന്ന മാത്രമല്ലാതെ ബാക്കിന് സ്ട്രെയിൻ വരാത്ത രീതിയിൽ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ബാക്കിനെ മാത്രം സ്പെസിഫിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യാം. അതിന്റെ എക്സസൈസ് ആണ് നമ്മൾ നന്നായിട്ട് ചെയ്യേണ്ടത്. സാർ ബാക്കിന്റെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യേണ്ട എക്സസൈസുകളുണ്ട്. സാർ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഹൗ ടു സ്ട്രെങ്തൻ യുവർ ബാക്ക്. അതല്ലെങ്കിൽ സാറിന്റെ ഇമെയിൽ അഡ്രസ് തരാണെങ്കിൽ ഞങ്ങൾ അതിന്റെ സാറിന്റെ ഇമെയിൽ ഐ ഡി തരാണെങ്കിൽ ഞങ്ങളത് ഫോർവേഡ് ചെയ്ത് തരാം. അതോടൊപ്പം തന്നെ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സാറിന്റെ ഇമെയിൽ ഐ ഡി ഒന്ന് ഡ്രോപ്പ് ചെയ്തോളൂ. ഞങ്ങൾ അതിലേക്ക് ആ എക്സസൈസുകളുടെ പാംപ്ലെറ്റ്സ് അയച്ചു തരാം. അതോടൊപ്പം തന്നെ എർഗണോമിക്സ് എന്നൊരു ആസ്പെക്ട് ഉണ്ട്. അതായത് ഹൗ ടു പ്രൊട്ടക്ട് യുവർ ബാക്ക്. അതായത് പ്രൊലോങ് സ്റ്റാൻഡിങ്, ഒരുപാട് നേരം നിൽക്കുക, നടക്കുക, കുണ്ടക്കാലിലിരിക്കുക, മുട്ടുകുത്തി നിൽക്കുക, സ്റ്റെപ്പുകൾ ഒരുപാടുകൾ കയറുക, ഒരു സ്ഥലത്ത് ഒരു പൊസിഷനിൽ തന്നെ ഒരുപാട് ഇരിക്കുക, ഈ ആക്ടിവിറ്റി എല്ലാമാണ് നമ്മുടെ ബാക്കിലേക്ക് സ്ട്രെസ്സുകൾ കൂട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇത്തരം ആക്ടിവിറ്റികൾ കുറയ്ക്കുകയോ അത് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മോഡിഫൈ ചെയ്യുകയോ ചെയ്യണം. അതായത് സ്റ്റെപ്പുകളിലൊക്കെ കയറുമ്പോൾ സ്റ്റെപ്പുകൾ ഒഴിവാക്കി എടുക്കുക, ഒരുപാട് നേരം നിൽക്കാതെ നമ്മൾ തന്നെ റെസ്റ്റിംഗ് പൊസിഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓൾട്ടർ ചെയ്ത് മോഡിഫൈ ചെയ്യണം.
സാർ എന്തായാലും താങ്കളുടെ ഇതിലേക്ക് ഞങ്ങൾ ബാക്ക് സ്ട്രെങ്തനിങ്, അതായത് ബാക്ക് മസിൽസിന്റെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസിന്റെ ഇത് അയച്ചു തരാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബേസിക് സ്ട്രെച്ചിങ്, അതായത് രാവിലെ എല്ലാ അപ്പർ ആൻഡ് ലോവറിലും ബേസിക് സ്ട്രെച്ചിങ്. സ്ട്രെച്ചിങ് വിൽ ഹെൽപ്പ് യുവർ മസിൽ ടു ഡു റെസ്റ്റ് ഓഫ് യുവർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു മസിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ദിവസത്തെ ബാക്കി ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മസിലിനെ അത് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നതോടൊപ്പം ഒരു പക്ഷേ ഈ വേദനയും കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതായിരിക്കും. ഡൗട്ട്, എനിക്ക് സർജറിക്ക് ശേഷം ഒരു വർഷമൊന്നും കാര്യമായി വേറൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ശരിക്കും ഫുഡ് ഡയറ്റ് കൺട്രോൾ ഒക്കെ നല്ലതുപോലെ ഉണ്ട്, പക്ഷെങ്കിലും കുറച്ച് വയറുണ്ടാവും. വയറിന് അങ്ങനെ പവർ കിട്ടാനുള്ള എക്സസൈസുകൾ എന്തെങ്കിലും എനിക്ക് ചെറിയായിട്ട് ഒരു സ്റ്റമക്ക് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത രീതിയിൽ വരുന്നുണ്ട് വയറ്. അപ്പൊ അതിന് ഗൂഗിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ലോ ഇന്റൻസിറ്റി അബ്ഡോമിനൽ സ്ട്രെങ്തനിങ് എക്സസൈസുകളുണ്ട്. കോർ മസിൽ എക്സസൈസസ് കാണാം. അതന്നെ, കോർ മസിൽ എക്സസൈസുകളൊന്നും കാണാം. CORE കോർ മസിൽ എക്സസൈസ്, കോർ മസിൽ എക്സസൈസ്. അപ്പൊ സാർ അതൊന്നും കൂടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടെ ഒന്നുകൂടി ഒന്ന് സ്പെസിഫിക് ചെയ്യാൻ വേണ്ടി കോർ മസിൽ എക്സസൈസ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് എന്ന് അടിച്ചു കൊടുത്താൽ സാറിന് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള എക്സസൈസുകൾ അത് കാണിക്കും. ജനറൽ കോർ മസിൽ എക്സസൈസിലേക്ക് പോകണ്ട കേട്ടോ. കോർ മസിൽ എക്സസൈസ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് നടച്ചോളൂ. കോർ മസിൽ എക്സസൈസ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് അല്ലേ? ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ്. അപ്പൊ അതിലൊന്നും കൂടി വ്യക്തമായി കാര്യങ്ങൾ മെൻഷൻ ചെയ്തു തരും. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ 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 എന്റെ പേര് ഷിബില. 6 മാസമായി ഇപ്പൊ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. അത്യാവശ്യം ഞാൻ ഗാർഡനിങ് ചെയ്യണതാ. എനിക്കിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ വെയിറ്റ് എടുക്കാൻ അങ്ങനെ എന്തെങ്കിലും സാധിക്കുമോ? 6 മാസമായിട്ടുള്ളൂ. 3 months കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവലി നമ്മുടെ നോർമൽ റൊട്ടീനിലേക്ക് തിരിച്ചു പോവാം. ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസും പ്രോപ്പർ ആയിട്ടുള്ള ഇതെല്ലാം വെയർ ചെയ്യുക, ഗ്ലൗസും മാസ്കും ഒക്കെ യൂസ് ചെയ്യുക. ഇൻഫെക്ഷൻ എന്ന ആസ്പെക്ട് മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. ഗാർഡനിങ് മിനിമൽ വെയിറ്റ്സ് ഒന്നും നമുക്ക് എടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വെയിറ്റ് എടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. അല്ല, ഞാൻ അബ്ഡോമിനൽ ബെൽറ്റ് കെട്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. മാഡം അതിട്ടാലും ഡയറക്റ്റ് ബെൻഡിങ്ങിലേക്ക് തൽക്കാലം പോകണ്ട. എന്തെങ്കിലും എടുക്കണമെങ്കിൽ പതുക്കെ കുനിഞ്ഞ് മുട്ടുമടക്കി കുനിഞ്ഞിട്ട് വേണം എടുക്കാൻ. നമ്മളൊരു ഡയറക്റ്റ് ഇങ്ങനെ കുനിയില്ലേ, ആ ഒരു പൊസിഷനിലേക്ക് തൽക്കാലം പോകണ്ട. കുനിഞ്ഞ് വെയിറ്റ് എടുക്കണ്ട. അബ്ഡോമിനൽ സ്ട്രെസ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അബ്ഡോമിനൽ സ്ട്രെസ് വരാത്ത രീതിയിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്കിനി അങ്ങനെ ചെയ്യണമെങ്കിൽ 1 year ഒക്കെ കഴിയണോ? 1 year ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഗാർഡനിലേക്ക് ഇൻവോൾവ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നും ഇല്ല. 1 year ഒന്നും വേണ്ട മേഡം. ഒരു 6 മാസത്തിന് ശേഷം മാഡത്തിന് മാക്സിമം കാര്യങ്ങളിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ എപ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുത്താതെ ഇപ്പോഴത്തെ ഇതായതുകൊണ്ട് മാസ്ക് ഗ്ലൗസ് ഇടുക. ഇതെല്ലാം കഴിഞ്ഞാൽ കൈയെല്ലാം മര്യാദയ്ക്ക് കഴുകുക. ഡസ്റ്റ് ആയിട്ട് അധികം ഒന്നും ഇൻഹേൽ ചെയ്ത് എടുക്കാതിരിക്കുക. പെറ്റ്സിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ ഡസ്റ്റ് ഒന്നും അകത്തേക്ക് പോവാത്ത രീതിയിൽ പ്രിവെന്റ് ചെയ്യുക കേട്ടോ. 1 വർഷമൊന്നും വേണ്ട മേഡം. ഒരു 6 മാസത്തിനുള്ളിൽ മാക്സിമം മാഡത്തിന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശ്രദ്ധിക്കുക കേട്ടോ. ഗാർഡനിങ്ങിന്റേതായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റ് കൺട്രോൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത്, പൊതുവായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ ഈ സർജറി കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞ് ജിമ്മില് പോയിട്ടുള്ള എക്സസൈസുകള്, വെയിറ്റ് ലിഫ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഒരു സംശയമുള്ളത് ആളുകൾ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ്, വർക്ക്ഔട്ട്സ് ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 monthsന് ശേഷം ഗ്രാജുവൽ ആയിട്ടേ നമ്മൾ പോകാൻ പാടുള്ളൂ. ഇൻ ടോട്ടൽ ഇപ്പൊ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗും അതൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, ജിം മസിൽ ബിൽഡിംഗ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം ഒരു 10 months എങ്കിലും കഴിയണം. അതിൽ 10 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 months മുതലേ സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാജുവൽ ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ്, സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ്, സ്ട്രെച്ചിങ്, അങ്ങനെ ചെയ്ത് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ
മിനിമൽ വെയിറ്റ്സ് ഒക്കെ വെച്ച് പ്രോഗ്രസീവായിട്ട് സ്ട്രെങ്തൻ ചെയ്തെടുക്കുക. പിന്നെ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അബ്ഡോമിനൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. അബ്ഡോമിനൽ വെയിറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴും ഈ പറയുന്ന പോലെയുള്ള പോസ്റ്റ് ഹെർണിയ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. ഒരുപാട് നമ്മൾ സ്ട്രെസ് കൊടുക്കാതിരിക്കുക. അബ്ഡോമിനൽസിന് വയറ്റിലേക്കുള്ള സ്ട്രെസ് ഒരുപാട് കൊടുക്കാതിരിക്കുക. മസിൽ ബിൽഡിങ് അല്ലെങ്കിൽ അപ്പർ ബോഡി, നമ്മുടെ ബൈസെപ്സ് അല്ലെങ്കിൽ ലോവർ ലിം, കോർ മസിൽസ് അങ്ങനെയുള്ള എക്സസൈസുകളൊന്നും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഹെവി ആയിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിൻ അവോയ്ഡ് ചെയ്യുക. അതിൽ ബാക്ക് മസിൽസിനും ഒരുപാട് സ്ട്രെസ് വരാത്ത രീതിയിലുള്ള എക്സസൈസസ് ചൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, തുടക്കം തന്നെ ഒരു പുറത്തുള്ള ഒരു ജിമ്മിൽ പോയി എൻഗേജ് ആവുന്നതിനേക്കാൾ നല്ലത് ഒരു ഇൻഹൗസ് ജിം ആക്ടിവിറ്റീസിലേക്ക് ആദ്യം തന്നെ കടക്കുന്നതായിരിക്കും നല്ലത്. ഇൻഫെക്ഷന്റെ ചാൻസ് ഉള്ളത് കൊണ്ടും പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടും. പിന്നെ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ അവിടെ നമുക്കൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ടോക്ക് യുവർ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് വിത്ത് ട്രെയിനർ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുകയും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കാൻ പറ്റുകയും ചെയ്യും. ഈ രണ്ടൊരു ആസ്പെക്ട് കൂടി ഒന്ന് ശ്രദ്ധിച്ചോ. എപ്പോഴും ഒരു ടൈലേർഡ് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് പ്രോഗ്രാമിലേക്ക് പ്രിഫർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഒരു സപ്പോസ് ഒരു പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആയിരിക്കില്ല അതർ പേഴ്സൺ. അതായത് നമ്മുടെ എൻഡ്യൂറൻസ്, നമ്മൾ മുമ്പ് പറഞ്ഞ എക്സസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എൻഡ്യൂറൻസ് നമ്മൾ ഗ്രാജുവൽ ആയിട്ട് കൂട്ടാനേ പാടുള്ളൂ. എൻഡ്യൂറൻസ് ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവല് പേഴ്സൺ ടു പേഴ്സൺ അത് വേരി ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, നമ്മുടെ ഇഷ്യൂസ്, കാർഡിയാക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതർ കോമോർബിഡിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസൈൻ ചെയ്ത് ഹിസ്റ്ററി, പ്രസന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് അറിഞ്ഞതിന് ശേഷം നമുക്ക് ടൈലേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. നെക്സ്റ്റ്, ഇനി ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ? സർ, സർ എന്റെ പേര് റാഫിന എന്നാണ്. 3 വർഷം കഴിഞ്ഞു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. ഞാൻ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ട്. അപ്പോ അത് കാല് ഭയങ്കര വേദനയാണ്. കാൽ മുട്ടിനാണ് വേദന വരുന്നത്. രാത്രി കിടക്കാൻ നേരമാണ് വേദന കൂടുന്നത്. അപ്പൊ ഞാൻ ബാം തേച്ചിട്ട് ബാൻഡേജ് ചുറ്റിയിട്ട് കിടക്കാറുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ ആവുമ്പോ അത് മാറും. പിന്നെയും രാത്രി ഇങ്ങനെ തന്നെ. അപ്പോ എന്താ ചെയ്യേണ്ടത്? എന്ത് ടെസ്റ്റ് എന്തെങ്കിലും? അപ്പൊ ഞാൻ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, കാൽസിമാക്സ് ഫോർട്ടി എടുക്കുന്നുണ്ട്. എനിക്ക് തൈറോയിഡ് ഉണ്ട്. വൈസ്ലോൺ 10 mg ഞാനിപ്പോ ഒരു 2.5 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി ആണ്. പക്ഷെ ഞാനിപ്പോ ഇനി PG ചെയ്യാനായിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്തു. അപ്പൊ എനിക്ക് കാലുവേദന കാരണം ഭയങ്കര ടെൻഷൻ. എങ്ങനെയാണ്? ചിലപ്പോ 2 മുട്ടിനും ഉണ്ടാവും, ചിലപ്പോ. അപ്പൊ ഞാൻ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും. എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ പെയിൻ കൂടും. കാൽമുട്ടിനാണ് വേദന. അതുപോലെ തൊടഭാഗത്തൊക്കെ നല്ല വെയിറ്റ്, അതായത് ഒരു സാധാരണ എന്റെ മുമ്പത്തെ കാലിന്റെ ഒരു ഇതല്ല. അപ്പൊ അതുകൊണ്ടാണോ കാലിന് വേദന, കാൽമുട്ടിന്? അങ്ങനെയാണെങ്കിൽ 57, 58. മാഡം ഒരു കാര്യം ചെയ്യൂ, മരുന്നുകളും കാര്യങ്ങളെല്ലാം അത് രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോക്കോളൂ. നമുക്ക് ഇതിൽ ഫിസിക്കൽ തെറാപ്പിയിൽ ചെയ്യാൻ പറ്റുന്നത് മുട്ടിനെ നിയന്ത്രിക്കുന്ന, അതായത് കാൽമുട്ടിനെ നിയന്ത്രിക്കുന്ന 2 ഗ്രൂപ്പ് മസിലുകളുണ്ട്. ഒരു ആന്റിയർ ആസ്പെക്റ്റിലും ഒരു പോസ്റ്റീരിയർ ആസ്പെക്റ്റിലും വരുന്ന 2 ഗ്രൂപ്പ് മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊരു പ്രിലിമിനറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മാഡത്തിനൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി, നീ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് മാഡത്തിന് കിട്ടും. അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം മാഡം ചെയ്തു തുടങ്ങുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം നിൽക്കുക, നടക്കുക, മുട്ടുകുത്തി നിൽക്കുക, കുന്തക്കാലിലിരിക്കുക, ഒരുപാട് സ്റ്റെപ്പുകൾ കയറുക, ഒരു കാലിൽ മാത്രം വെയിറ്റ് കൊടുത്ത് നിൽക്കുക, അങ്ങനത്തെ ഒരു ഹാബിറ്റുകളൊക്കെയാണ് മുട്ടിൽ ഒരുപാട് സ്ട്രെസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നിന്ന് ചെയ്യുന്ന അടുക്കളയിലെല്ലാം നിന്ന് ചെയ്യുന്ന ജോലിയുണ്ടെങ്കിൽ ഇരുന്ന് ചെയ്യുക. ഇപ്പോൾ മാഡം പള്ളിയിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ മുട്ടുകുത്തിയിരിക്കാതെ ചെയറിലിരിക്കുക. സ്റ്റെപ്പുകൾ കയറേണ്ട സമയത്ത് നമ്മൾ ലിഫ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ മുട്ടിലേക്ക് വരുന്ന സ്ട്രെസ്ഫുൾ ആക്ടിവിറ്റി ലോഡുകൾ കുറച്ച് കാര്യങ്ങൾ നീക്കുമ്പോൾ തന്നെ ആ മുട്ടിലേക്ക് വരുന്ന സ്ട്രെസ്സുകൾ കുറയും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മാഡം, നീ സ്ട്രെങ്തനിങ് എക്സസൈസ് കേട്ടോ. മുട്ടിന്റെ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ കമ്പാർട്ട്മെന്റ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസുകൾ ഉണ്ട്.
ആന്റീരിയർ ഭാഗത്ത് വരുന്ന മുട്ടുകളെ ക്വാഡ്രിസെപ്സ് എന്ന് പോസ്റ്റീരിയറിൽ വരുന്ന ആസ്പെക്റ്റിൽ വരുന്ന അതിനെ ഹാംസ്ട്രിങ് എന്നാണ് പറയുന്നത്. ആ മസിലുകളെ മാത്രം സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകളുണ്ട്, അത് ചെയ്യുക. പിന്നെ ഈ ഹോട്ട് വാട്ടർ ഇതുണ്ട്, അതായത് തുണി മുക്കി ചൂട് പിടിക്കുക എന്നുള്ളത്, മുട്ടിന് ഇൻ ആൻഡ് അറൗണ്ട് ചൂട് പിടിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു പ്രായോഗികമായി ഒരുപാട് എഫക്റ്റ് ഉള്ള ഒരു എക്സസൈസ് ആണ്. അത് നമ്മൾ പറയുമ്പോൾ വെറുതെ ചൂട് പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാലും അത് ചെയ്യുന്നത് വെച്ചാൽ ഇൻ ആൻഡ് അറൗണ്ട് അതിന്റെ ബ്ലഡിന്റെ സർക്കുലേഷൻ കൂട്ടും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതേപോലെ മസിലിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും, മസിൽ ഒന്നും കൂടി ലൂസ് ആക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ചൂട് വെക്കുന്നതുകൊണ്ട് തുണി മുക്കി ചൂട് പിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, ഹോട്ട് വാട്ടർ ബാഗിനേക്കാൾ കൂടുതൽ. പൊള്ളാതിരിക്കുക എന്നൊരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അങ്ങനെ രണ്ട് മുട്ടിനും ചൂട് പിടിച്ച് കൊടുക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റി മോഡിഫൈ ചെയ്യുക, നീ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുക, ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ കുറയ്ക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ്. സ്റ്റിൽ മാഡത്തിന് നല്ല പെയിൻ ആണ്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോപീഡിഷ്യന്റെ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ സ്റ്റിറോയിഡ് കഴിക്കുന്നോണ്ടായിരിക്കുമോ ഇങ്ങനെ വരുന്നത്? കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എടുക്കുമ്പോഴും നമ്മൾ ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുമ്പോഴും ഇങ്ങനെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫാക്ടർ ഉണ്ടാകും. പക്ഷെ അതിനോടൊപ്പം നമ്മളൊരു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ പോലെ സ്ട്രെങ്തനിങ് എക്സസൈസസ് കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് മാത്രം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിറോയിഡ് തെറാപ്പി മാത്രം പോവുകയും നമ്മുടെ എക്സസൈസ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ പ്രോപ്പർ സ്ട്രെങ്തനിങ് കിട്ടാതാവുമ്പോഴാണ് ഈ ഒരു പെയിൻ ഫാക്ടർ കൂടുന്നത്. അപ്പൊ ഞാൻ രാവിലെ നടക്കാൻ നോക്കാറുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. 30 മിനിറ്റ്സ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർജറിക്ക് ശേഷം തടി കൂടിയിട്ടുണ്ടോ? തടി സർജറി കഴിഞ്ഞപ്പോ ഒരു 49-50 ആയിരുന്നു. പക്ഷെ ഇപ്പൊ സ്റ്റിറോയിഡും ഉണ്ട്, എന്നാൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അല്ല 57 എന്ന് പറയുന്ന ഓവർ വെയിറ്റ് ആവാൻ ചാൻസ്. മാഡം നടക്കുമ്പോഴേ അൺഈവൻ സർഫസ് അവോയ്ഡ് ചെയ്യുക, പ്രോപ്പർ ഷോക്ക് അബ്സോർപ്ഷനുള്ള പ്രോപ്പർ ഷൂ ഇടുക. ഡയറക്റ്റ് നേരത്തെ ഹരി സാർ പറഞ്ഞ പോലെ ഡയറക്റ്റ് നടക്കാതെ ആദ്യം പതുക്കെ വാമപ്പ് പീരീഡ് ഉണ്ടല്ലോ, വാമപ്പ് പീരീഡിൽ നമ്മൾ മസിലിനെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. ഡയറക്റ്റ് ഇറങ്ങി നടക്കാതെ നടക്കുന്നതിന് മുമ്പ് യു സ്ട്രെച്ച് യുവർ ആങ്കിൾ, സ്ട്രെച്ച് യുവർ നീ, ജസ്റ്റ് ഡു യുവർ റേഞ്ച് ഓഫ് മൂവ്മെന്റ് എക്സസൈസ് ടു യുവർ നീ ആൻഡ് ആങ്കിൾ ആൻഡ് സ്റ്റാർട്ട് സ്ലോ വാക്കിംഗ്. അൺഈവൻ സർഫസിലൂടെ ഒഴിവാക്കി, അതായത് ഈവൻ സർഫസിലൂടെ നടക്കുക, പ്രോപ്പർ ഷൂ വെയർ ചെയ്യുക. ആദ്യമേ തന്നെ ഒരുപാട് നടക്കാതെ ഒരു ചെറിയ ചെറിയ ലിമിറ്റുകൾ സെറ്റ് ചെയ്ത് നടക്കുക, അത് ഡിസ്റ്റൻസ് പതുക്കെ പതുക്കെ കൂട്ടുക. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സാർ ഈ രാത്രി ബാൻഡേജ് കെട്ടാൻ പാടില്ല എന്ന് എല്ലാരും പറയും, അങ്ങനാണോ? മാഡം ഇത് കെട്ടുമ്പോൾ ഒരു കാര്യം നോക്കണം, സിവിയർ ടൈറ്റ് ആയിട്ട് നമ്മുടെ വാസ്കുലാരിറ്റിയിൽ അഫക്റ്റ് ചെയ്യാതെ മാത്രം നോക്കുക. മാഡത്തിന് അത് കെട്ടിയിട്ട് അത് കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിൽ പിന്നെ അതിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് വേദന മാറും, പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ വരും, അപ്പൊ പിറ്റേന്ന് ഇങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ ചില ദിവസങ്ങളിൽ വരാറുണ്ട്. റെഗുലർ നമുക്കൊരു ടൈലേർഡ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ഉള്ളൂ. മാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഇത് സാർ പറഞ്ഞ സ്ട്രെങ്തനിങ് എക്സസൈസ് അല്ലേ സർ? ഒന്നുമില്ല, ടു സെറ്റ് ഓഫ് മസിൽസ് ഉണ്ട് നമ്മുടെ നീയെ കൺട്രോൾ ചെയ്യുന്ന. ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ തന്നെ ഈ നീ എക്സസൈസ് ഒരുപാട് കുറയും. അതോടൊപ്പം തന്നെ വെയിറ്റ് കൺട്രോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ട മോഡിഫിക്കേഷൻസ് അതെല്ലാം ചെയ്യുക, കഴിക്കുന്ന മരുന്നുകളെല്ലാം കഴിക്കുക. ഈ പറഞ്ഞ പോലെ ബാൻഡേജിങ് പാടത്തിന് കംഫർട്ട് ആണ്, അത് ചുറ്റുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു സർ. ഇനി ആരെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് പയ്യെ വൈൻഡ് അപ്പ് ചെയ്താലും. ഇനി ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ കൂടെ ചോദിച്ചാൽ നമുക്ക് ഇവരായിട്ട് ഷെയർ ചെയ്ത് അതിനുള്ള മറുപടികൾ വാങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എന്നാ പ്രത്യേകിച്ച് ലിംഫോ കൊച്ചി ക്രമീകരിച്ചതായ ഈ പ്രോഗ്രാം വളരെ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ആസ്റ്റർ മെഡിസിറ്റി പ്രത്യേകിച്ച് എന്ന നിങ്ങളുടെ പേരുകളൊന്ന് കറക്റ്റായിട്ടൊന്ന് പറയാം. ഹരി സാറും ഗിരീഷ്. പ്രത്യേകിച്ച് നിങ്ങൾ വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. ഞങ്ങളുടെ സംശയങ്ങൾ വളരെയധികം ദൂരീകരിച്ചു തന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ലിംഫോ കുടുംബത്തിന്റെ പേരിലുള്ളതായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. എനിക്കുള്ള ഒരു സജഷൻ, നിങ്ങളുടെ ഈ എക്സസൈസിനെ പറ്റി പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ബാബു കുരുവിള സാറിന്റെ കയ്യിൽ
കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഗ്രൂപ്പിലിട്ടാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് പല എക്സസൈസിനെ പറ്റി പറഞ്ഞല്ലോ, അത് ഒന്ന് ഫോർവേഡ് ചെയ്താൽ ഞങ്ങൾക്ക് പലർക്കും ഇതിൽ ജോയിൻ ചെയ്യാത്തവർക്കും പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇത് ക്രമീകരിച്ചതായ കൊച്ചി ലിംഫോ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ലിംഫോ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. നമ്മുടെ ഭാഗത്തു നിന്നും ഒരുപാട് നന്ദി. പങ്കെടുത്തവർക്കും നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് എല്ലാ സഹായം ചെയ്യുന്ന ബാബു സാറിനും നന്ദി പറയുന്നു. താങ്കൾ പറഞ്ഞ സജഷൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത എക്സസൈസുകൾ ചെയ്തിട്ട് ബാബു സാറിന് അയച്ചു കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you. Thank you. Thank you. Thank you. Thank you both of you.